السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. صدق الله العلي العظيم. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ 10 നോമ്പുകൾ ഇൻഷാ അല്ലാഹ് നമ്മൾ പൂർത്തീകരിക്കാൻ പോവുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ നോമ്പിലെ എല്ലാ കർമ്മങ്ങളും സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. നോമ്പിൻ്റെ പ്രാധാന്യം, റമദാനിൻ്റെ പ്രാധാന്യം അതൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ലാത്ത വിധം നമ്മളതിനെക്കുറിച്ച് ബോധവാന്മാരാണ്. ചില ഉണർത്തലുകൾ പറയുന്ന ആളുകൾക്കും കേൾക്കുന്ന ആളുകൾക്കുമൊക്കെ ഉപകാരപ്പെടുന്നത് കൊണ്ടാണ് നമ്മളിങ്ങനെ റമദാനിലാണെങ്കിലും ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ക്ലാസ്സിൻ്റെ യഥാർത്ഥ ഉദ്ദേശ്യം സഫലീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. റമദാൻ എന്ന് കേൾക്കുമ്പോൾ സഹാബിമാർക്ക്, താബികൾക്കൊക്കെ വലിയ സന്തോഷമുണ്ടാക്കുന്ന കാര്യമായിട്ടാണ് നമുക്ക് ഹദീസുകളിൽ നിന്നും ചരിത്രത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹദീസിൽ തന്നെ ഉള്ളത് എങ്ങനെയാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യുബശ്ശിറു അസ്ഹാബഹു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുബശ്ശിറു അസ്ഹാബഹു, സ്വഹാബിമാരോട് വളരെ സന്തോഷത്തോടുകൂടി അറിയിക്കുന്നു എന്നാണ് പറയുന്നത് ഈ റമദാനിൻ്റെ വരവിനെ കുറിച്ച്. അതിനുശേഷമാണ് നമ്മൾ മനസ്സിലാക്കിയ ഹദീസ് ഉള്ളത്. ഖദ് ജാഅക്കും ഷഹ്റു റമദാൻ ഷഹ്റും മുബാറക് ഇഫ്തറല്ലാഹു അലൈക്കും സിയാമ, അനുഗ്രഹീതമായ റമദാൻ, നിങ്ങളിലേക്ക് റമദാൻ വന്നിരിക്കുന്നു, വരാൻ പോവുകയാണ് എന്നുള്ളത് സന്തോഷത്തോടു കൂടിയാണ് അറിയിക്കുന്നത്. അപ്പൊ അത് കേൾക്കുന്ന ആളുകൾക്ക് സന്തോഷമുണ്ടാക്കുന്നതാണ് എന്ന ബോധ്യത്തിൽ നിന്നാണ് അങ്ങനെ പറയാൻ കഴിയുക. നമ്മുടെ ഉമ്മമാര് മക്കളോട് ഗൾഫിൽ നിന്നൊക്കെ വരുന്ന വാപ്പ വരുന്നുണ്ട് എന്ന് അറിയിക്കുന്നത് ഭയങ്കര സന്തോഷത്തോടു കൂടിയായിരിക്കും. കാരണം വാപ്പ വരുന്നത് കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ്, അത് പറയാൻ ഉമ്മക്കും ഇഷ്ടമാണ്. വാപ്പ വരുമ്പോൾ വാപ്പനെ കാണാനുള്ള ആഗ്രഹമുണ്ട്. അതോടൊപ്പം വാപ്പ കൊണ്ടുവരുന്ന വസ്ത്രം, സെന്റ്, മുട്ടായി, ഇതെല്ലാം കുട്ടികളുടെ മനസ്സിൽ വരും. അപ്പൊ കുട്ടികളൊന്ന് സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയാം. ഒരാഴ്ച മുമ്പ് തന്നെ വാപ്പ വരുന്നിട്ടോ എന്ന് സന്തോഷത്തിൽ പറയും. അപ്പൊ ഇതൊരു സന്തോഷമായിട്ട് ഉള്ള കാര്യമാണ്. അങ്ങനെ നമ്മുടെ മനസ്സിലും റമദാൻ വരുമ്പോൾ അതൊരു പ്രത്യേകമായ സന്തോഷമായിട്ടുണ്ടോ, ഇപ്പോഴും അതൊരു സന്തോഷമായിട്ടാണോ ഉള്ളത് എന്ന് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കണം. എന്തുകൊണ്ടാണ് അതൊരു സന്തോഷമായിട്ട് മാറുന്നത്? സന്തോഷിക്കാൻ എന്ത് വകയാണ് അതിലുള്ളത്? അതാണ് നമ്മൾ പരിശോധിച്ച് നോക്കുന്നത്. ഉപ്പ വരുമ്പോൾ കൊണ്ടുവരുന്ന കുറെ കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഉമ്മ പറഞ്ഞത്. അതുപോലെ റമദാൻ ഒരുപാട് ബറക്കത്തുകളുമായിട്ടാണ് വരുന്നത്. നമ്മൾ ധാരാളം മനസ്സിലാക്കിയതുപോലെ തന്നെ ഒരു കർമ്മം അത് 70 കർമ്മത്തിന്റെ പുണ്യമായിട്ട് അനുഗ്രഹിക്കുന്നുണ്ട്. ഒരു സുന്നത്ത്, റമദാനിലെ സുന്നത്ത് സാധാരണ ഫർദിന്റെ പുണ്യമാണുള്ളത്. അതിൽ ലൈലത്തുൽ ഖദറുണ്ട്. അത് നമ്മൾ ഒരു മനുഷ്യായുസ് മുഴുവൻ അധ്വാനിച്ചെടുക്കുന്ന കാര്യങ്ങളെല്ലാം ആ ഇബാദത്തിന്റെ എന്തൊക്കെ പുണ്യങ്ങളുണ്ടോ അത് ഒരൊറ്റ രാത്രിയിൽ കിട്ടുന്നു.
ഇങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ, എണ്ണി തീർക്കാൻ പറ്റാത്ത ബറക്കത്തുകൾ റമദാനിലുണ്ട്. അതാണ് നമ്മളെ സന്തോഷിപ്പിക്കുന്ന കാര്യം. അതൊരു സന്തോഷമായിട്ട് തോന്നണമെങ്കിൽ യഥാർത്ഥത്തിൽ ഈ അനുഗ്രഹങ്ങളെല്ലാം എവിടെയാണ് നമുക്ക് കൂടുതൽ ഉപകാരപ്പെടുന്നത്? പരലോകത്ത് നമുക്ക് ഉപകാരപ്പെടുന്നു, പരലോകത്തേക്കുള്ളതാണിത് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാകുമ്പോഴാണ് സന്തോഷിക്കുന്നത്. സഹാബക്കിറാം അങ്ങനെയാണ്. എന്ത് കാര്യവും പരലോകത്തെ ബന്ധപ്പെടുത്തിയിട്ടാണ് അവർ ചിന്തിച്ചിരുന്നത്. ഒഴിവ് കിട്ടുന്ന സമയത്ത് കുട്ടികളൊക്കെ പറയുന്ന പോലെ ഗെയിം കളിക്കാം, ടൂറ് പോവാം എന്ന് പറയുന്നതിന് പകരം അവരുടെ ഒരു ഇന്റൻഷൻ എപ്പോഴും ഒരു നമുക്ക് കുറച്ചു നേരമൊക്കെ പരലോകത്തെ കുറിച്ച് സംസാരിച്ചിരിക്കാം എന്ന് പറയുന്ന സഹാബിമാരാണ്. അപ്പൊ ആ സഹാബിമാരെ സംബന്ധിച്ചോളം ഇത് വല്ലാത്തൊരു അനുഗ്രഹത്തിന്റെ മാസം തന്നെയാണ്. അത് കണ്ടറിഞ്ഞിട്ടാണ് ഈ സന്തോഷമായിട്ട് പറയുന്നത്. അപ്പൊ നമ്മുടെ ഹൃദയത്തിലും ഈ റമദാനിന്റെ വരവോടുകൂടി ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ബോധ്യം എന്ന് പറയുന്നത് ഈ പരലോകം എന്ന് പറയുന്ന വിശ്വാസമാണ്. അത് കൃത്യമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോഴാണ് ഈ പറയുന്ന എല്ലാ ആരാധനാ കർമ്മങ്ങളും, ഖുർആനിൽ അള്ളാഹു പറയുന്ന എല്ലാ നിയമങ്ങളും ഒരു സന്തോഷമായിട്ട് നമുക്ക് അനുഭവപ്പെടുള്ളൂ. അതുകൊണ്ട് പരലോകം എന്ന് പറയുന്ന ചിന്ത നമ്മളിൽ നിരന്തരമായി അതിങ്ങനെ അപ്ഡേറ്റ് ആയിട്ട് ഇങ്ങനെ നിലനിർത്തുക എന്നുള്ളതാണ് ഇതൊക്കെ വാരിക്കൂട്ടുവാൻ നമ്മളെ സഹായിക്കുള്ളൂ. ഈ ഉറപ്പ് എന്ന് പറയുന്ന സംഗതി, വിശ്വാസം എന്ന് പറയുന്ന സംഗതി, അത് നമ്മുടെ ജീവിതത്തിലൂടെയാണ് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത്. പരലോക വിശ്വാസം. അപ്പൊ ഇവിടെ പരലോകം ആരെങ്കിലും വിശ്വാസമില്ലാത്തവരുണ്ടോ എന്ന് ചോദിച്ചാൽ ആരും ഉണ്ടാവില്ല. എല്ലാവരും പരലോക വിശ്വാസികളാണ്. നമ്മളതൊന്ന് പരിശോധിച്ച് നോക്കൂ. ഞാൻ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ, പലപ്പോഴും റമദാൻ ഒരു ആവേശത്തോടു കൂടി കൊണ്ടു നടക്കാത്തതിന്റെ യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് പരലോകത്തെ പുണ്യം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ അത് ഏറ്റവും വോൾട്ടേജോടുകൂടി നിലനിൽക്കാത്തത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ സന്തോഷമായിട്ട് അനുഭവപ്പെടാത്തതാണ്. അപ്പൊ വെറും ഒരു പരലോക വിശ്വാസികളായാൽ പോരാ. നമ്മൾ പരലോകം ഉണ്ട് എന്ന് അറിഞ്ഞാൽ പോരാ, അത് നമ്മുടെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. സഹാബെ കിറാമിനെ പോലെ. അപ്പൊ ഇബ്ലീസിനെ നമ്മുടെ മുമ്പിലേക്ക് കിട്ടുക എന്ന് സങ്കല്പിക്കുക. ഇബ്ലീസിന് ഒരു ഇന്റർവ്യൂ നടത്തുക. പരലോകം ഉണ്ടോന്ന് ഇബ്ലീസിനോട് ചോദിച്ചാൽ ഇബ്ലീസ് എന്താ മറുപടി പറയാം? പരലോകം ഉണ്ട് തന്നെ പറയുള്ളൂ. ഉറപ്പാണോ എന്ന് ചോദിച്ചാലോ ഉറപ്പാണ്. അള്ളാഹു ഉണ്ടോ എന്ന് ചോദിച്ചാലോ ഉണ്ട്. ഉറപ്പായിട്ടും വിശ്വസിക്കുന്നുണ്ടോ? ഉറപ്പായിട്ടും വിശ്വസിക്കുന്നുണ്ട്. മലക്കുകൾ ഉണ്ടോ എന്ന് ഇബ്ലീസിനോട് ചോദിച്ചു നോക്കിയാൽ ഇബ്ലീസിന്റെ മറുപടി എന്തായിരിക്കും? മലക്കുകൾ ഉണ്ട് എന്നായിരിക്കും. സ്വർഗം ഉണ്ടോ എന്ന് ചോദിച്ചാലോ സ്വർഗം ഉണ്ടെന്നായിരിക്കും. നരകം ഉണ്ടോ എന്ന് ചോദിച്ചാലും നരകം ഉണ്ടെന്നായിരിക്കും. നമ്മൾ നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യത്തിലും ഇബ്ലീസിന് വിശ്വാസം ഇല്ലാത്തില്ല എന്ന് മാത്രമല്ല, അള്ളാഹുവിനോട് മാത്രം ചോദിച്ച, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ച ഒരാളാണ് ഇബ്ലീസ്. വേണമെങ്കിൽ ഈ മലക്കുകളൊക്കെ കൂടി ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യുന്നത് കണ്ടിട്ട് ഇതെന്തോ ഒരു പുതുമുള്ള ആളാണ്, പ്രത്യേകത ഉള്ള ആളാണ്, വേണമെങ്കിൽ ആദമിനോട് ചോദിക്കാമെന്ന് വെക്കാമായിരുന്നു. പക്ഷെ അവിടെയും ഇബ്ലീസ് ചോദ്യങ്ങളെല്ലാം, പ്രാർത്ഥനകളെല്ലാം, പേടിയെല്ലാം അള്ളാഹുവിനോടാണ്. അപ്പൊ ഇബ്ലീസിന്റെ പ്രശ്നം എന്താണ്? ഇതിനെക്കുറിച്ച് അറിവില്ലാത്ത പ്രശ്നമല്ല, ഇതിനെക്കുറിച്ച് വിശ്വാസമില്ലാത്ത പ്രശ്നമല്ല, ഉറപ്പായിട്ടുള്ള വിശ്വാസവും ഉണ്ട്. പക്ഷെ അത് ജീവിതത്തിൽ അദ്ദേഹം കൊണ്ടു നടക്കുന്നുണ്ടല്ല, അയാളത് കൊണ്ടു നടക്കുന്നില്ല എന്നുള്ളതാണ് അയാൾ നരകത്തിലാവാനുള്ള കാരണം. അപ്പൊ ഉള്ളിന്റെ ഉള്ളിൽ പരലോകം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. അതാണ് നമ്മളെ ഈ ഇബാദത്തുകളിലൊക്കെ നമ്മൾ കാണിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഗസയിലെ അനുഭവങ്ങൾ, ഗസയിലെ കുട്ടികളുടെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ധാരാളമായിട്ട് കേട്ട് മനസ്സിലാക്കിയതാണ്. അവരെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്ക്. അവരുടെ ജീവിതം കൊണ്ട് ആ പരലോക വിശ്വാസം അവർ പ്രകടിപ്പിക്കുന്നവരാണ്. അവർക്ക് ഭക്ഷണം കിട്ടാത്ത സമയത്ത്
ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്ന സമയത്ത് ഇസ്രായേൽ ഭടന്മാർ അവരിങ്ങനെ വെടിവെച്ച് കൊല്ലുന്ന സമയത്ത് ഇതൊന്നും കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെ ഈജിപ്തിലെ കുറെ ആളുകൾ ഒരു ക്യാമ്പയിൻ തുടങ്ങിയിരുന്നു. ആ ക്യാമ്പയിനിൽ അവർ ചെയ്തത് എന്താന്ന് പറഞ്ഞാൽ കുറെ ധാന്യങ്ങൾ കുപ്പിയിലേക്ക് ഇട്ട് ഗസയുടെ തീരത്തേക്ക് കടലിലൂടെ ആ കുപ്പി ഒഴുക്കി വിടുക എന്നുള്ള കാര്യമാണ് അവർ ചെയ്തത് ക്യാമ്പയിനായിട്ട്. അപ്പൊ അത് ഒഴുക്കി വിടുമ്പോ ചില ആളുകൾ പറയുന്ന വീഡിയോ ഉണ്ടായിരുന്നു, യാമൻ ഫറഖ്തൽ ബഹ്റ ലി മൂസ, മൂസാ നബിക്ക് കടല് പിളർത്തി കൊടുത്തവനെ. കാരണം ഇതെന്തായാലും എത്തില്ല. സൈന്യം ശരിക്കും അവിടെ ഇങ്ങനെ ചുറ്റും വളഞ്ഞു നിൽക്കുകയാണ്, പല കപ്പലിനെയും പിടിക്കുകയാണ്, പല ആളുകളെയും പിടിക്കുകയാണ്, വെടിവെച്ച് കൊല്ലുകയാണ്. കുറെ കുപ്പികൾ ഒഴുകി വരുമ്പോ അത് ഇസ്രായേൽ ഭടന്മാർ പിടിച്ചെടുത്ത് അവർ കൊണ്ടുപോകും. എത്ര ഒഴുകി വിട്ടാലും അവർക്ക് കിട്ടില്ല എന്നുള്ളൊരു ബോധ്യമുണ്ട്. പക്ഷെ അവരുടെ ഉള്ളിലുള്ള ഒരു വിശ്വാസം എന്താന്ന് പറഞ്ഞാല് കടൽ അങ്ങനെ പിളരില്ലല്ലോ, പക്ഷെ അള്ളാഹു കടലിനെ പിളർത്തി കൊടുത്തവനാണ്. ആ കടലാണിത്. ഈ കടലിലൂടെ അത് ഒഴുക്കിയിട്ട് അവിടേക്ക് എത്തിക്കണേന്നാണ് അവർ പ്രാർത്ഥിച്ചിട്ടാണ് ഇട്ടിരുന്നത്. അപ്പൊ അതിലെ ഒരാള് അതിനകത്ത് എഴുതി വെച്ചിരുന്നു, നിങ്ങൾക്ക് ഈ ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ഈ മൊബൈലിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യണം, ഭക്ഷണം കിട്ടിയെന്ന്. ഇത് എൻ്റെ പേര് പ്രസിദ്ധപ്പെടുത്താനൊന്നുമല്ല, ഞാൻ അള്ളാഹുൽ ബരമേൽപ്പിച്ച് അയക്കുന്ന ധാന്യമാണിത്, നിങ്ങൾക്ക് കിട്ടിയോ എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് ഒരാള് അതിൽ മെസ്സേജ് ഇട്ടിരുന്നു. അപ്പോ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവിടുന്ന് ഒരു മെസ്സേജ് മൊബൈൽ ഫോണിലേക്ക് വന്നു. അതൊരു 5 or 6 വയസ്സുള്ള കുട്ടിയുടെ മെസ്സേജാണ്. ആ കുട്ടിയിൽ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ അയച്ച ധാന്യം കിട്ടി, ഞങ്ങൾ ഭക്ഷിച്ചു, അൽഹംദുലില്ലാ. അതിനുശേഷം പറയുന്ന ബോധ്യമാണ് നമ്മളെ പരിശോധിക്കേണ്ട കാര്യം. ആ കുട്ടി പറഞ്ഞത്, നാളെ അള്ളാഹുവിനെ ഞാൻ കണ്ടുമുട്ടുമ്പോൾ ആദ്യം പറയുന്ന പേര് നിങ്ങളുടേതായിരിക്കും. ആദ്യം പറയുന്ന പേര് നിങ്ങളുടേതായിരിക്കും. അത് ആ കുട്ടികളുടെ വിശ്വാസമാണ്. 5-6 വയസ്സുള്ള കുട്ടികളുടെ വിശ്വാസമാണ്. അള്ളാഹിനെ കണ്ടുമുട്ടുന്നു, എനിക്കവിടെ പറയാൻ പറ്റുമെന്നും അള്ളാഹ് അത് കേൾക്കുന്നും വിശ്വസിക്കുന്ന കുട്ടികളാണത്. അത്തരം വിശ്വാസങ്ങൾ ശരി തന്നെ, നമുക്കുണ്ട് ആ വിശ്വാസം. പക്ഷെ അത് അവരുടെ ജീവിതം കൊണ്ട് ഇത്രയും മർദ്ദനങ്ങൾ, മിസൈലുകൾ, അറ്റാക്കുകൾ വരുമ്പോഴും അവരുടെ ആദർശത്തിൽ നിന്ന് മാറാതെ, അല്ലേ, ഒരു തലയോട്ടി കിട്ടുമ്പോൾ അതുപോലും മയ്യത്ത് നമസ്കരിക്കുന്ന, ഒരു നിലക്കും ഒരു വിട്ടുവീഴ്ച ചെയ്യാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ജീവിതം അതിന് സാക്ഷിയാണ്. അപ്പൊ ജീവിതം കൊണ്ട് പരലോക വിശ്വാസികളാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് വല്ലാത്ത ആഹ്ലാദം നൽകുന്ന കാര്യം തന്നെയാണ് റമദാൻ. അപ്പൊ നമ്മൾ ട്യൂൺ ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ എവിടെയാണ്? നമുക്കിതിൽ ആവേശം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രശ്നം എവിടെയാണെന്നുള്ളത് പറഞ്ഞാൽ, നാളെ പരലോകത്ത് പുണ്യമുണ്ട്, അള്ളാഹു നന്മകൾക്ക് പകരം പ്രതിഫലം തരും എന്ന് പറയുന്ന വിശ്വാസം ലൈവായിട്ട് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിലാണ് യഥാർത്ഥത്തിൽ ഇതൊക്കെ ഒരു ആവേശമായിട്ട് അനുഭവപ്പെടുന്നത്. അത് നമ്മളൊന്ന് ശരിയാക്കണം. എല്ലാ റമദാനിന്റെ മുമ്പും നമ്മൾ റമദാനിലും ശരിപ്പെടുത്തേണ്ടത് ഈ പരലോക വിശ്വാസം തന്നെയാണ്. അപ്പോഴാണ് നമുക്ക് സജീവത ഉണ്ടാക്കാൻ കഴിയുന്നത്. ഈ റമദാൻ ശരിക്ക് ഈ പ്രയോഗത്തിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. നമ്മൾ സാധാരണഗതിയിൽ റമദാൻ വരുന്ന സമയത്ത് അഹ്ലൻ റമദാൻ എന്ന് പറയാറുണ്ട്. അഹ്ലൻ റമദാൻ, റമദാന് സ്വാഗതം, അല്ലേ? അഹ്ലൻ സക്കാത്ത് നിങ്ങൾ എപ്പോഴും ഒരു ഹെഡിങ് കണ്ടിട്ടുണ്ടോ? അങ്ങനെ തലക്കെട്ട്, സക്കാത്തിന് സ്വാഗതം, ഹജ്ജിന് സ്വാഗതം, നിസ്കാരത്തിന് സ്വാഗതം, അങ്ങനെ ഒരിക്കലും കേട്ടിട്ടില്ലല്ലോ. റമദാനിന് സ്വാഗതം എന്ന് മാത്രമേ ഹെഡിങ് ഉണ്ടാവാറുള്ളൂ. അതിന്റെ കാരണം എന്താണ്? ഖദ് ജാഅക്കും ഷഹ്റു റമദാനാണ്. ഹദീസുകളിലുള്ളത് അങ്ങനെയാണ്. നിങ്ങളടുത്തേക്ക് ഇതാ റമദാൻ വരുന്നു എന്നാണ്. നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ് ചെയ്യുന്നത്, നിസ്കാരം ഇങ്ങോട്ട് വരികയില്ല. ഹജ്ജ് ചെയ്യാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത്. സക്കാത്തും തന്നെ നമ്മുടെ ഒരു വിഹിതം നമ്മൾ കൊടുത്ത് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്, നമ്മുടെ അടുത്തേക്ക് ഇങ്ങോട്ടേക്ക് വരുന്നില്ല. പക്ഷെ റമദാൻ ശരിക്കൊരു വരവ് തന്നെയാണ്, ഇങ്ങോട്ട് വരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റമദാൻ സ്വാഗതം എന്ന് പറഞ്ഞിട്ട് അഹ്ലൻ റമദാൻ എന്ന് ലോകതലത്തിൽ തന്നെ മുസ്ലിം സമൂഹം അങ്ങനെ ഹെഡിങ് വെക്കുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ റമദാൻ എങ്ങോട്ടേക്കാണ് വരുന്നത്, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എവിടെയാണ് റമദാൻ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ പരിശോധിച്ച് നോക്കണം. പലപ്പോഴും നമ്മളുടെ
സമീപനങ്ങൾ കണ്ടാൽ ബോധ്യമാവുന്ന ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ റമദാൻ വീട്ടിലേക്കാണ് വരിക എന്നുള്ളതാണ് തോന്നുക. ഒരു അതിഥി നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അടുക്കള ശരിയാക്കി വെക്കണം, ഫ്രിഡ്ജ് ശരിയാക്കി വെക്കണം, ബെഡ്റൂം ശരിയാക്കി വെക്കണം, സിറ്റ് ഔട്ടൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കണം. ഇതെല്ലാം ചെയ്യേണ്ടതുണ്ട് ഒരു അതിഥിയാണ് വീട്ടിലേക്ക് വരുന്നതെങ്കിൽ. റമദാന് വരുമ്പോഴും നമ്മൾ അതൊക്കെ ചെയ്യുന്നുണ്ട്. അതൊരു നല്ല കാര്യം തന്നെയാണ്. റമദാൻ വന്നിട്ട് പിന്നെ നമുക്ക് ഒരുങ്ങാനൊന്നും സമയം ഉണ്ടാവില്ല. പക്ഷെ യഥാർത്ഥത്തിൽ റമദാൻ എവിടേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്? റമദാൻ വരുന്നത് നമ്മുടെ ഹൃദയത്തിലേക്കാണ്. അതുകൊണ്ട് റമദാനിനെ സ്വീകരിക്കാനും ഇപ്പോൾ തന്നെ റമദാനിനെ റമദാനിൽ ജീവിക്കാനും നമ്മൾ ശരിയാക്കേണ്ടത് എവിടെയാണ്? നമ്മുടെ ഹൃദയമാണ്. ഒരു അതിഥിക്ക് നമ്മളുടെ സിറ്റൗട്ട് മോശമായി കണ്ടാൽ വെറുപ്പുണ്ടാവും. അതുകൊണ്ട് അതൊന്ന് വൃത്തിയാക്കി വെക്കാം. അത് നമുക്കറിയാം. അതുകൊണ്ടാണ് നമ്മൾ വൃത്തിയാക്കി വെക്കുന്നത്. അപ്പൊ നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന റമദാൻ, വന്നു കഴിഞ്ഞ റമദാൻ, ആ റമദാനിനെയും നമ്മൾ ഉൾക്കൊള്ളേണ്ടത് എവിടെയാണ്? നമ്മുടെ ഹൃദയത്തിലാണ്. ആ ഹൃദയത്തിലുള്ള എല്ലാ കാര്യങ്ങളും ശരിപ്പെടുത്തുക എന്നുള്ളതാണ് ഈ റമദാനിന്റെ ബറക്കത്ത് കിട്ടാനുള്ള ഏറ്റവും പ്രഥമമായ കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഒന്ന് നമ്മൾ ഒരുങ്ങേണ്ടതുണ്ട്. നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടാവണം. പലപ്പോഴും അങ്ങനെ ആ ഒരു ബോധ്യം നഷ്ടപ്പെട്ടത് കൊണ്ടാണ് പിന്നീടുള്ള എല്ലാ ദിവസങ്ങളിലും ഒരു പിന്നോട്ടടി നമുക്ക് അനുഭവപ്പെടുന്നത്. എല്ലാ കാര്യത്തിലും നമുക്ക് ഒരുക്കങ്ങളുണ്ട്. കല്യാണമാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഒരുങ്ങുന്നുണ്ട്. ടൂറാണെങ്കിൽ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ഒരുങ്ങുന്നുണ്ട്. പക്ഷെ നമ്മളെ സമയത്തുള്ള ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ആരാധനാ കർമ്മങ്ങൾക്ക് വേണ്ടി ഒരുങ്ങുക എന്നുള്ളതിൽ ഒരു അലംഭാവം നമുക്ക് സംഭവിക്കുന്നുണ്ട്. ഹൃദയം കൊണ്ട് ഒരുങ്ങുക എന്നുള്ള കാര്യം എല്ലാം ഒരു നല്ല ഫീലായിട്ട്, നല്ലൊരു അനുഭവമായിട്ട് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പ്ലാൻ ചെയ്ത് ഒരുങ്ങി മനസ്സുകൊണ്ട് ഒരുങ്ങിയിട്ട് ഒരു സംഗതി കഴിയുമ്പോഴാണ് നമുക്ക് ഹാപ്പി ആവുക. നമ്മളെ കുട്ടികളൊക്കെ സാധാരണ അങ്ങനെ പരീക്ഷ എഴുതുമ്പോൾ നമ്മളത് അനുഭവിക്കുന്ന കാര്യമാണ്. ചില കുട്ടികളൊക്കെ പരീക്ഷാ ഹാളിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരെയും ഇങ്ങനെ നോക്കും. ചില കുട്ടികൾ അവരെന്തിനാണ് ഇങ്ങനെ എല്ലാവരെയും നോക്കുന്നത്? ഞാൻ വരുമെന്ന് പ്രതീക്ഷിച്ച എല്ലാ ചോദ്യവും ഇതിലുണ്ട് എന്നൊരു പരീക്ഷ എഴുതുന്ന കുട്ടിക്ക് തോന്നിക്കഴിഞ്ഞാൽ എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് ഹാപ്പി ആയിട്ട് ആ മുഖത്തത് സന്തോഷം പ്രകടിപ്പിക്കും. അത് മനസ്സുകൊണ്ട് ഒരുങ്ങുന്നതിന്റെ ഒരു ഗുണമാണത്. നമ്മൾ സാധാരണ നമസ്കരിക്കുമ്പോൾ തന്നെ ആലോചിച്ച് നോക്കും. നമ്മൾ ഓടി വന്ന് ദുഹർ നമസ്കരിച്ചതിന് ശേഷം ഇമാം സലാം വീട്ടി ഇറങ്ങിപ്പോയാലുള്ള ഫീലാണോ? അങ്ങനെ പലപ്പോഴും നമുക്ക് നമസ്കരിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അതിനൊരു ഫീൽ ഉണ്ടാവില്ല, അതിനൊരു റൂഹ് ഉണ്ടാവില്ല, അതിനൊരു ഉന്മേഷം ഉണ്ടാവില്ല, ഒരു അനുഭവം ഉണ്ടാവില്ല. നേരെ മറിച്ച് സുബ്ഹ് കഴിഞ്ഞിട്ട് ളുഹറിന്റെ നമസ്കാരം ഇത്ര മണിക്കാണ് എന്ന് നമ്മൾ നേരത്തെ നമ്മളെ മനസ്സുകൊണ്ട് ഒരുങ്ങുകയാണ്. അങ്ങനെ നമുക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ആ ബാങ്ക് കേൾക്കുന്നു. ബാങ്ക് കൊടുക്കുമ്പോൾ കേൾക്കുന്നതിനെല്ലാം മറുപടി പറയുന്നു. അതിനുശേഷം സുന്നത്ത് നമസ്കരിക്കുന്നു. അതിന്റെ മുമ്പ് ഒളു എടുക്കുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ജമാഅത്തിന്റെ മുമ്പ് സുന്നത്ത് നമസ്കരിച്ച് ജമാഅത്ത് നമസ്കരിച്ച് ദിക്റുകളൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ഇറങ്ങിപ്പോകുന്നതും ഓടി വന്ന് തിരിച്ചു പോകുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മളെ ഹൃദയത്തിൽ അത് ശരിക്കും അനുഭവിക്കും. അപ്പൊ നമ്മുടെ ഹൃദയം കൊണ്ട് എന്തിനെയാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് ഹൃദയം കൊണ്ട് ഇങ്ങനെ പ്രതീക്ഷിച്ച് അത് കഴിഞ്ഞ് കിട്ടുമ്പോഴുണ്ടാകുന്ന ഫീലും അതല്ലാതെ ഉള്ളതും തമ്മിൽ വ്യത്യാസമുണ്ടെന്നാണ്. ഇനിയും നമുക്ക് അവസരമുണ്ട്. 10 നോമ്പുകളാണ് കഴിയുന്നത്. പക്ഷെ ഇനിയുമുണ്ട് നോമ്പുകൾ. ഈ നോമ്പും കഴിയുന്നതിന് മുമ്പ് നമ്മുടെ ഹൃദയത്തെ നമ്മൾ എവിടെയാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്, എങ്ങനെയാണ് റമദാനിനെ ഉൾക്കൊണ്ടിട്ടുള്ളത് എന്ന് പരിശോധിക്കാൻ കൂടിയുള്ള സന്ദർഭമാണിത്. അപ്പൊ ഇനി അവിടുന്ന് അങ്ങോട്ടുള്ള 10-20 ദിവസവും സജീവമാക്കിയിട്ട് നിലനിർത്താൻ കഴിയും ഇൻഷാ അല്ലാഹ്. ആ അർത്ഥത്തിൽ നമ്മളിതിനൊന്ന് പരിശോധിച്ച് നോക്കുക. ആ പരിശോധിച്ച് നോക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, പലപ്പോഴും നമ്മൾ നോമ്പിൽ തന്നെയും ചെയ്യുന്ന കാര്യം എന്താന്ന് പറഞ്ഞാൽ, നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും.
കുറച്ച് മേഖലകൾ ഉണ്ടാവും. ആ മേഖലകൾ ഒന്ന് ശരിയാക്കാം എന്ന് തീരുമാനിക്കുകയാണ് ചെയ്യുക. ഞാൻ ഒരിക്കലും മാറണ്ടെന്ന് തീരുമാനിച്ച ഒരു കാര്യങ്ങൾ ഉണ്ടാവും, അവിടെ അള്ളാഹുവിനോട് അസ്തഗ്ഫിറുല്ലാഹ് പറയില്ല. നമസ്കാരത്തിൽ പോരായ്മ സംഭവിച്ചിട്ടുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതൊന്ന് ശരിയാക്കണം. അസ്തഗ്ഫിറുല്ലാഹ്, ഞാൻ അതിലൊരു വീഴ്ചയും വരുത്തില്ല എന്ന് ബോധപൂർവം തീരുമാനിച്ചിട്ട് ഹൃദയ സാന്നിധ്യം കൊണ്ട് നമസ്കരിക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. കാരണം അത് ഞാൻ മാറാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. പക്ഷേ മനസ്സുകൊണ്ട് റമദാനിനെ ഉൾക്കൊള്ളുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ട കാര്യം എന്താന്ന് പറഞ്ഞാൽ, എല്ലാ ഭാഗത്തും ഞാൻ റെഡിയാവാൻ, ശരിയാവാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. സാധാരണ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിലെ ദിക്റുകൾക്ക് ശേഷം സാധാരണഗതിയിൽ പറയുന്ന ഒരു പ്രാർത്ഥന തന്നെ ഉണ്ട്. അത് എപ്പോഴും പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഗ്ഫിർലി ദംബി കുല്ലഹു, അല്ലാഹുമ്മ ഗ്ഫിർലി ദംബി കുല്ലഹു ദിഖ്ഖഹു വജില്ലഹു അവ്വലഹു വആഖിറഹു അലാനിയതഹു വസിറഹു. അതെന്താ അതിന്റെ അർത്ഥം? പടച്ചവനെ എൻ്റെ എല്ലാ പാപങ്ങളും പുറത്തു തരണേ എന്നാണ്. എല്ലാ പാപങ്ങളും പുറത്തു തരണേ, ചെറുതും വലുതും. ദിഖ്ഖഹു വജില്ലഹു അവ്വലഹു വആഖിറഹു, ആദ്യം ചെയ്തു അവസാനം ചെയ്തു. അലാനിയതഹു വസിറഹു, പരസ്യമായി ചെയ്തു രഹസ്യമായി ചെയ്തു, എൻ്റെ അറിവിലുള്ളതും ഇല്ലാത്തതും. ഇതൊരു സന്നദ്ധതയാണ്. എല്ലാ ഭാഗത്തും ഞാൻ ശരിയാവാൻ തയ്യാറാണ് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ തയ്യാറായിട്ട് ഈ റമദാനിലൂടെ ജീവിക്കുമ്പോൾ വേറൊരു ഫീല് തന്നെ നമുക്ക് ഉണ്ടാവും. അതല്ല, നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് ശരിയാക്കി കളയാം. ബാക്കി കുറെ കാര്യങ്ങളുണ്ട്, അത് എന്നെ കൊണ്ട് പറ്റില്ല, അത് ശരിയല്ല, ആ നിലപാട് ശരിയല്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ചില താബികൾ പിന്നീട് ചോദിച്ചിട്ടുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കുറെ പ്രായം എത്തിയിട്ടും ജീവിച്ച സഹാബിയാണ്. അപ്പൊ ചില താബികൾക്ക് സംശയം ഉണ്ടായിരുന്നു, ആകാംക്ഷയൊക്കെ ഉണ്ടായിരുന്നു, പണ്ടത്തെ കാലത്ത് എങ്ങനെയാണ് ഉണ്ടായിരുന്നെന്ന് അറിയാൻ. അങ്ങനെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് ആ നബിയുടെ കാലത്തൊക്കെ ഈ റമദാനിനൊക്കെ എങ്ങനെ സ്വാഗതം ചെയ്തിരുന്നത്, എങ്ങനെയാണ്? കൈഫ കുന്തും തസ്തഖ്ബിലൂൻ, അങ്ങനെ തന്നെയാണ്, എങ്ങനെ നിങ്ങൾ ചെയ്തിരുന്നതാണ്. അപ്പൊ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്ന കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് ഹിലാൽ, റമദാനിന്റെ ഹിലാലിനെ നോക്കാൻ തന്നെ ഭയമായിരുന്നു, അത് കാണാൻ തന്നെ ഭയമായിരുന്നു. ഫീ ഖുലൂബിന ഹഖ്ദുൽ ലിഗൈരിന, ബാക്കിയുള്ള ആളുകളോട് നമ്മുടെ ഹൃദയത്തിൽ ഒരു വെറുപ്പ്, ഒരു ദേഷ്യം, വിദ്വേഷത്തോടു കൂടിയാണ് റമദാനിന്റെ ഹിലാൽ വരുന്നതെങ്കിൽ ആ ഹിലാലിനെ നോക്കാൻ തന്നെ ഞങ്ങൾക്ക് പേടിയായിരുന്നു. അതിനർത്ഥം എന്താണ്? എല്ലാ ഭാഗത്തും ശരിയാവാൻ ആഗ്രഹിക്കുന്നവരായിരുന്നു. അഥവാ അത് റെഡിയാവാതെയാണ് റമദാൻ വരുന്നതെങ്കിൽ പിന്നെ ആ ഹിലാലിനെ തന്നെ നോക്കാൻ പ്രയാസമായിരുന്നു എന്നാണ്. അതുകൊണ്ട് നമ്മൾ ഇപ്പോഴും തീരുമാനിക്കേണ്ട ഒരു കാര്യം, ഏതെങ്കിലും ഒരു ഭാഗത്ത് നമുക്ക് മാറാൻ ഇപ്പോൾ ഈഗോ നമ്മൾ സമ്മതിക്കുന്നില്ലെങ്കിൽ പിന്നെ അവിടെ നിന്നിട്ടുള്ള റഹ്മത്തും മഗ്ഫിറത്തൊക്കെ കിട്ടാൻ പണിയാണ്. മല്ലം യദ് ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹജത്തു ഫീ അൻ യദഅ തഅമഹു വശറബഹു, വളരെ അസന്നിഗ്ധമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചതാണത്. ഇഷ്ടമില്ലാത്ത വാക്ക്, ഇഷ്ടമില്ലാത്ത പ്രവൃത്തി അതൊരാൾ ഒഴിവാക്കാതെ അള്ളാഹുവിന് വേണ്ടിയിട്ട് ഇങ്ങനെ പട്ടിണി കിടക്കണ്ട എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പോ നമ്മൾ മനസ്സുകൊണ്ട് തീരുമാനം എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്, ഒരു സന്ദർഭം കൂടി തന്നെയാണത്. എല്ലാ അർത്ഥത്തിലും ഞാൻ ശുദ്ധീകരിക്കപ്പെടാൻ തയ്യാറാണ്. എൻ്റെ ഹൃദയത്തിലേക്കാണ് റമദാൻ വരുന്നത്. അതുകൊണ്ട് എൻ്റെ ഹൃദയത്തിൽ ഒന്നുമില്ല, ഒക്കെ ഹൃദയം സോഫ്റ്റ് ആയിട്ട് നിർത്തണം. ചിലത് നമുക്ക് മാറാൻ കഴിയില്ല, അതാണ് അതിന്റെ പ്രശ്നം. മനുഷ്യന്മാരാണ്. പക്ഷെ റമദാൻ വന്നിട്ടും മാറിയിട്ടില്ലെങ്കിൽ പിന്നെ പ്രശ്നമാണ്. മനുഷ്യന്മാർക്ക് അവര് ശീലിച്ച ശീലങ്ങൾ ഒഴിവാക്കാൻ കഴിയില്ല, അത് മനുഷ്യന്റെ ഒരു പ്രകൃതിയാണ്. ആ പ്രകൃതി കണ്ടറിഞ്ഞുകൊണ്ടാണ് റമദാനിൽ മാറണം. ആ റമദാൻ വന്നിട്ടും മനസ്സുകൊണ്ട് മാറ്റം സംഭവിച്ചിട്ടില്ല എങ്കിൽ, അതുകൊണ്ടാണ് സാധാരണഗതിയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നെഗറ്റീവ് ഒന്നും പ്രാർത്ഥിക്കാറില്ല. ആർക്കെങ്കിലും നാശം ഉണ്ടാക്കണേ, റഹ്മത്ത് എടുത്ത് കളയണേന്ന് അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറില്ല. അതാണ് ഈ 3 സ്റ്റെപ്പ് കയറിനിടയിൽ ആമീൻ ആമീൻ പറഞ്ഞ കൂട്ടത്തിൽ എന്തെങ്ങളെ ഇങ്ങനെ
വ്യത്യസ്തമായിട്ട് ആമീൻ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോ അപ്പോഴും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞിട്ടില്ല. മൻ അദറക റഗമ അൻഫു ഇംറിഇൻ അദറക റമളാന ഫലം യുഗ്ഫർ ലഹു. ഒരാളുടെ മൂക്ക് അങ്ങോട്ട് നിലത്ത് മുട്ടട്ടെ, റമളാൻ വന്നിട്ട് പിന്നെ മഗ്ഫിറത്ത് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അയാൾ മനസ്സുകൊണ്ട് ശരിയായില്ല, മാറാൻ തയ്യാറാവാതെ ഒരാൾ കടന്നുപോയി റമളാൻ. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മിണ്ടാണ്ടിരിക്കുകയാണ്. മിണ്ടാണ്ടിരിക്കുമ്പോൾ ജിബ്രീൽ എന്നോട് പറഞ്ഞു ഖുൽ ആമീൻ, ആമീൻ പറയും എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ പറഞ്ഞതാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പൊ അതിന് വലിയൊരു ഗൗരവമുണ്ട്. റമളാൻ വന്നിട്ടും നമ്മുടെ മനസ്സിൽ മാറ്റം സംഭവിച്ചിട്ടില്ല എങ്കിലും ഇനി വേറൊരു മാസത്തിൽ മാറ്റം സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് പല ഭാഗത്തും നമുക്ക് പോരായ്മകളുണ്ട്. നമ്മുടെ ഈഗോ അത് മാറാൻ സമ്മതിക്കുന്നില്ല, മാറിയേ മതിയാവും. അതിനാണ് റമളാൻ അള്ളാഹു നമ്മളിലേക്ക് ഈ അനുഗ്രഹം തന്നിരിക്കുന്നത്. അല്ലെങ്കിൽ റമളാൻ വരെ ജീവിക്കാനുള്ള ആയുസ് അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നത്. ഒരു ഹാജിയുടെ കഥ സാധാരണ പറയാറുണ്ട്. അത് ഹാജിയുടെ അങ്ങനെ ചെയ്തതാണെന്ന് അറിയില്ല, ഒരു കഥ അങ്ങനെ ഉദ്ധരിക്കപ്പെടാറുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്ത് ധാരാളം പൈസ ഉണ്ട്. പക്ഷെ ആളുകൾ വന്ന് ചോദിക്കുമ്പോൾ പൈസ കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. അതായത് അദ്ദേഹത്തിന് ശീലമല്ല. അപ്പൊ മുസ്ലിയാക്കന്മാരും പണ്ഡിതന്മാരും ഒക്കെ അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് ഈ സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ പാമ്പായിട്ട് വരും, കൊത്തും. അതുപോലെ തന്നെ നിങ്ങളുടെ സമ്പത്തെല്ലാം ഇസ്തിരി ഇടുന്നത് പോലെ അല്ലേ ചൂടാക്കി പഴിപ്പിച്ചിട്ട് നിങ്ങളുടെ നെറ്റിയിലും മുഖത്തും അതുപോലെ തന്നെ പാശങ്ങളിലെല്ലാം ശരീരത്തിന്റെ 2 വശങ്ങളിലും ഇസ്തിരി ഇടും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന് പൈസ കൊടുക്കണം എന്ന് തോന്നി. പക്ഷെ അദ്ദേഹത്തിന്റെ ശീലം ഇത് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞു നാളെ നിങ്ങൾ വീട്ടിലേക്ക് വന്നോ, തരാം. അപ്പൊ ആളുകളൊക്കെ വന്ന് നിൽക്കുമ്പോൾ അദ്ദേഹം ഈ കാശൊക്കെ കൂടി അദ്ദേഹത്തിന്റെ വയറിന്റെ മുകളിൽ ഇങ്ങനെ കെട്ടിവെച്ചിട്ട് അവരുടെ മുമ്പിലൂടെ ഓടിയത്ര. അദ്ദേഹം പറയാണ് വീണ് പോണ കാശൊക്കെ നിങ്ങൾ എടുത്തോളൂ. എന്താ കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കൈ കൊണ്ട് കൊടുക്കാൻ അപ്പോഴും തോന്നില്ല, അതൊരു ശീലമായിട്ടില്ല. ഇങ്ങനെ പല മേഖലകളിലും നമുക്ക് ശീലമാക്കാൻ കഴിയാത്ത, നമ്മുടെ മനസ്സ് റെഡിയാവാത്ത കുറെ മേഖലകളുണ്ട്. അല്ലാഹുമ്മ ഫുർലി ദംബി കുല്ലഹു. അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുമ്പോൾ നിസ്കാരം മാത്രം മനസ്സിക്ക് വന്നാൽ പോരാ, സക്കാത്ത് മാത്രം മനസ്സിക്ക് വന്നാൽ പോരാ, പ്രാർത്ഥനകൾ മാത്രം മനസ്സിക്ക് വന്നാൽ പോരാ. ഉമ്മയോടും ഉപ്പയോടുള്ള ബന്ധം, ഭാര്യയോടുള്ള ബന്ധം, മക്കളോടുള്ള ബന്ധം, അയൽവാസികളോടുള്ള ബന്ധം, ഖുർആനോടുള്ള ബന്ധം, എല്ലാതും മനസ്സിലേക്ക് വന്നിട്ട് അല്ലാഹുമ്മ ഫുർലി ദംബി കുല്ലഹു, ഞാൻ എല്ലാ അർത്ഥത്തിലും മാറാൻ തയ്യാറാവണം എന്ന് നമ്മുടെ മനസ്സുകൊണ്ട് തയ്യാറാവണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുള്ള അവസരമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്നത്. ആ അർത്ഥത്തിൽ നമ്മൾ പലപ്പോഴും പരാജിതരാകുന്നത് അവിടെയാണ്, ആ മേഖലയിലാണ് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത്. അതില്ലാതെ സജീവമായിട്ട് റമദാനിനെ മനസ്സുകൊണ്ട് അതിനെ ഉൾക്കൊണ്ട് ശരിയാക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇനി നമ്മൾ റമദാനിൽ അത്തരം ഹൃദയവിശുദ്ധിക്ക് വേണ്ടി ചെയ്യേണ്ട കുറെ കാര്യങ്ങളും ആ ഹദീസിന്റെ ബാക്കിയിൽ പറയുന്നുണ്ട്. അത് നമ്മൾ കുറെ മനസ്സിലാക്കിയ കാര്യമാണ്. ഇദാകാന അവ്വലു ലൈലത്തിൻ മിൻ ശഹ്ർ റമളാൻ സുഫിദത് ശയാതീൻ വമററത്തുൽ ജിൻ വഗുല്ലിഖത് അബ്വാബുൻ നാർ ഫലം യുഫ്തഹ് മിൻഹാ ബാബുൻ വഫുത്തിഹത് അബ്വാബുൽ ജന്ന ഫലം യുഗ്ലഖ് മിൻഹാ ബാബുൻ വയുനാദി മുനാദി കുല്ലി ലൈല മുനാദിൻ കുല്ല ലൈല യാ ബാഗിയൽ ഖൈർ അഖ്ബിൽ വയാ ബാഗിയൽ ശർർ അഖ്സിർ വലില്ലാഹി ഉതഖാഉ മിനൻ നാർ വദാലിക കുല്ല ലൈല. അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് ഈ ഭൂലോകത്തിനെ, ഈ പ്രപഞ്ചത്തിനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമദാനിൽ മാറ്റിയിരിക്കുകയാണ്. പ്രപഞ്ചത്തിൽ തന്നെ വല്ലാത്തൊരു മാറ്റം. ആ മാറ്റം എന്താ പറഞ്ഞിരിക്കുന്നത്? സ്വർഗത്തിന്റെ വാതിലുകൾ തുറന്നു വെച്ചിരിക്കുന്നു. വലം യുഗ്ലഖ് മിൻഹാ ബാബുൻ. സ്വർഗത്തിന് എത്ര വാതിലുകളാണുള്ളത്? 8 വാതിലുകളുണ്ട്. അതിൽ ഒരു വാതിലും അടയ്ക്കപ്പെട്ടിട്ടില്ല എന്നാണ്. എന്തിനാ അങ്ങനെ പറയുന്നത്? അങ്ങനെ ഒരു ഹദീസ് കേട്ടാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എല്ലാ വാതിലുകളും തുറന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താണ്? അത് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ സാധാരണ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ചില വീടുകളുടെ ഗേറ്റ് ഇങ്ങനെ അടഞ്ഞു കിടക്കുന്നുണ്ടാവും. അങ്ങനെ ഗേറ്റ് അടഞ്ഞു കിടക്കുന്ന വീടിനോട് നമ്മുടെ സമീപനം എന്താണ്? നമ്മൾ അങ്ങോട്ട് പോവാൻ നമുക്ക് ഒരു ഇന്റിമസി അനുഭവപ്പെടില്ല.
ഇവരെപ്പോഴും ഇങ്ങനെ ഗേറ്റ് അടച്ചവരാണ്. പക്ഷെ അതേ ആള് തന്നെ അവരുടെ വീട്ടിൽ കല്യാണം ഉണ്ടെങ്കിൽ അന്ന് ഗേറ്റ് അടക്കില്ല, അതിന് ഗേറ്റ് തുറന്നു വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ അർത്ഥം നിങ്ങളെല്ലാവരും വന്നോളൂ, നിങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട് എന്നതാണ് അവരതുകൊണ്ട് പ്രകടിപ്പിക്കുന്നത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിന്റെ വാതിലുകളെല്ലാം തുറന്നു വെച്ചിട്ട് ഒന്നും അടച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ നിങ്ങൾ വരൂ. അള്ളാഹുവിന്റെ ഇൻവിറ്റേഷൻ ആണ്, അള്ളാഹുവിന്റെ ക്ഷണമാണ്. ഈ റമദാനിൽ തുറന്നു വെച്ചിട്ട് നിങ്ങൾ എല്ലാവരും സ്വർഗത്തിലേക്ക് വരൂ എന്ന് അള്ളാഹു വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വിളിക്കുത്തരം നൽകുക എന്നുള്ളതാണ് ഈ റമദാൻ നമ്മൾ ചെയ്യേണ്ടത്. എന്തൊക്കെയാണ് ആ സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴികൾ എന്ന് അന്വേഷിച്ചുകൊണ്ടേയിരിക്കുക. ബോധപൂർവം കരുതിക്കൂട്ടി അതിലേക്ക് എത്തുവാനുള്ള ആലോചനകൾ നടത്തുക എന്നുള്ളതാണ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. നമ്മളെ മൈൻഡിൽ എപ്പോഴും ഉള്ള കാര്യങ്ങൾ എന്താന്ന് പറഞ്ഞാൽ കുറച്ച് ദുനിയാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഉള്ളത്. അതുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് സ്വർഗത്തിന്റെ വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട്, അവിടേക്ക് ഓടിപ്പോകണം എന്നൊരു കാഴ്ചപ്പാട് നമ്മളിലേക്ക് വരില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരാളുടെ വീട്ടിലേക്ക് പോയി യാത്രയിൽ. അദ്ദേഹത്തിന്റെ വീട്ടിൽ 3 ദിവസം താമസിച്ചു. തിരിച്ചു വരുമ്പോൾ പറഞ്ഞു, നിങ്ങൾ മദീനയിലേക്ക് വരുമ്പോ നമ്മളവിടെ തങ്ങാം. അങ്ങനെ അദ്ദേഹവും വരുന്നുണ്ട്. വന്നിട്ട് 3 ദിവസം മദീനയിൽ താമസിച്ചിട്ട് തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് ചോദിച്ചോ, മദീനയിൽ വന്നതല്ലേ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്കൊരു ഒട്ടകം വേണമെന്ന്. എന്തിനാ ഒട്ടകം? അദ്ദേഹത്തിന്റെ യാത്ര ശരിയാക്കാൻ മദീനയിൽ ഒരു ഒട്ടകം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോ ധനാഢ്യനോട് പറഞ്ഞിട്ട് ഒരു ഒട്ടകം അദ്ദേഹത്തിന് കൊടുക്ക്. അദ്ദേഹത്തിന് ഒരു ഒട്ടകം കൊടുത്തു. ഇനി എന്തെങ്കിലും വേണം? അപ്പൊ അദ്ദേഹം പറഞ്ഞു എനിക്കൊരു നായനെ വേണം. അപ്പൊ അദ്ദേഹത്തിന് ഫാം ഉണ്ട്, ആ ഫാം നോക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അവിടെ ആരത്തെ വീട്ടില് നായ ഉണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നായ കൊടുക്കുക, അദ്ദേഹത്തിന് നായ കൊടുക്കുന്നു. ഇനി എന്തെങ്കിലും വേണം? അപ്പൊ അവര് പറഞ്ഞു എനിക്കൊരു ജാരിയത്തിന് വേണം എന്ന് പറഞ്ഞാല് വേലക്കാരിയാണ്. അന്ന് അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് ഉള്ളത്. അപ്പൊ ആരോ വീട്ടിലൊരു വേലക്കാരിനെ കൊടുക്കുക. അപ്പൊ ഇനി എന്തെങ്കിലും വേണോന്ന് ചോദിച്ചിട്ടില്ല. അപ്പൊ അദ്ദേഹം പിരിഞ്ഞു പോവുകയാണ്. പോകുമ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾക്ക് ആ ബനി ഇസ്രായേലിലെ വൃദ്ധയുടെ ധൈര്യമെങ്കിലും അല്ലെങ്കിൽ വൃദ്ധയുടെ ശക്തിയെങ്കിലും നിങ്ങൾക്ക് കാണിച്ചൂടെ? അജിസ്തും, നിങ്ങൾ ആ വൃദ്ധയുടെ ശക്തി പോലും നിങ്ങൾക്കില്ലല്ലോ. അപ്പൊ സഹാബയെ കിറാം ചോദിച്ചു, വമാ അജൂസു ബനി ഇസ്രായേൽ, ബനി ഇസ്രായേലിലെ ആ വൃദ്ധ ആരാണ്? എന്താ അതിന്റെ അവരുടെ പ്രത്യേകത? അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംഭവം പറഞ്ഞു കൊടുക്കുകയാണ്. മൂസാ നബി ബനി ഇസ്രായേലിനെ വിമോചിപ്പിച്ചിട്ട് ഫലസ്തീനിലേക്ക് പോവാണ്. ഫലസ്തീനിലേക്ക് പോകുന്നതിനിടയിൽ വഴി തെറ്റും. എത്ര ആയാലും വഴി പിടുത്തം കിട്ടുന്നില്ല. അങ്ങനെ ദിവസങ്ങളോളം അങ്ങനെ അലഞ്ഞു നിൽക്കുമ്പോൾ, പോകാൻ കഴിയാതെ നിൽക്കുമ്പോൾ ഒരാൾ പറയും, നമുക്ക് വഴി അറിയണമെന്നുണ്ടെങ്കിൽ യൂസുഫ് നബിയുടെ ഖബർ കൊണ്ടുപോയാൽ മതി, അത് കണ്ടെത്തിയിട്ട് കൊണ്ടുപോയാൽ മതി, നമുക്ക് വഴി റെഡിയാവും. സഹീഹ് ബുഖാരിയിലുള്ള കഥയാണ്. അപ്പൊ മൂസാ നബി ചോദിക്കും, എവിടെയാണ് യൂസുഫ് നബിന്റെ ഖബർ? അപ്പൊ ഖബർ എവിടെയെന്ന് അറിയില്ല, അവിടെ അങ്ങനത്തെ ആളുകൾ പ്രാർത്ഥിക്കുക, അതിൻ്റെ അടുത്ത് പോവുക, അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല, അങ്ങനെ സിസ്റ്റം ഇല്ല. അപ്പൊ ആളുകൾ തെരഞ്ഞിട്ടും ആളുകൾക്ക് അറിയില്ല. അപ്പൊ ഒരാൾ പറയും, ഇവിടെ വൃദ്ധയായ ഒരു സ്ത്രീ ഉണ്ട്, ആ സ്ത്രീനോട് ചോദിച്ചാൽ മതി, പറഞ്ഞുതരും. അപ്പൊ ഒരാൾ വീട്ടിൽ ഈ വൃദ്ധയോട് ചോദിക്കുകയാണ്, ഞങ്ങളിങ്ങനെ വഴിമുട്ടി നിൽക്കുകയാണ്, നിങ്ങൾക്ക് ഖബർ അറിയാം യൂസുഫ് നബിന്റെ, അത് പറഞ്ഞു തരുമോ? അപ്പൊ അവര് പറഞ്ഞുതരാന്ന് പറഞ്ഞു. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷൻ എന്താന്ന് പറഞ്ഞാല്, മൂസാ നബിന്റെ കൂടെ ഞാൻ സ്വർഗത്തിൽ ഉറപ്പ് എനിക്ക് സീറ്റ് കിട്ടും. മുറാഫഖത്തി മൂസാന്റെ കൂടെ എനിക്ക് സ്വർഗത്തിൽ സീറ്റ് ഉണ്ടാണെന്ന് ഉറപ്പായിട്ട് ഒരു ഉറപ്പ് കിട്ടണം, എന്നാലേ പറഞ്ഞതിനുള്ളൂ. അപ്പൊ ഇത് വന്നിട്ട് മൂസാ നബിനോട് പറഞ്ഞപ്പോ മൂസാ നബി പറഞ്ഞു, ഇങ്ങനെ ഒരു ഖബർ കാണിച്ചു കൊടുക്കുന്നതിനും സ്വർഗം കൊടുക്കാൻ പറ്റുമെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷെ അള്ളാഹുവിന്റെ വഹി ഇറങ്ങിയിട്ട് മൂസാ നബിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ആ സ്ത്രീക്ക് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞോളൂ. ആ സംഭവത്തെ കുറിച്ചാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറയുന്നത്? നിങ്ങൾക്ക് ആ വൃദ്ധയുടെ ധൈര്യമെങ്കിലും കാണിച്ചൂടെ, ശക്തിയെങ്കിലും കാണിച്ചൂടെ എന്ന് പറഞ്ഞാൽ, സാധാരണ മനുഷ്യന്മാർ ചിന്തിക്കുന്ന ഒട്ടകം, നായ, ഒരു വേലക്കാരി, ഇത് തന്നെ തലയിൽ വെച്ച് നടക്കരുത്. ഏറ്റവും പ്രഷ്യസായ, ഏറ്റവും മൂല്യമുള്ള സ്വർഗം കിട്ടിയ ചാൻസ് ഉപയോഗിച്ചിട്ട് ചോദിക്കേണ്ട ചോദ്യം ആ വൃദ്ധ ചോദിച്ച ചോദ്യമാണ്, സ്വർഗം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വാതിലുകളൊന്നും സ്വർഗത്തിൽ അടച്ചു വെച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ, ആ സ്വർഗത്തിന് വേണ്ടിയിട്ടുള്ള പിന്നെ തയ്യാറെടുപ്പാണ്, പിന്നെ അങ്ങനെയുള്ള സംസാരമാണ്, അതിനു വേണ്ടിയിട്ടുള്ള
അധ്വാനമാണ് നമ്മൾ നടത്തിക്കൊണ്ടേയിരിക്കേണ്ടത്. പക്ഷെ ദൗർഭാഗ്യവശാൽ അതൊരു വലിയ ചിന്തയാവാതെ വരുന്നതിന്റെ കാരണം നമ്മൾ പിടികൂടിയിരിക്കുന്ന രോഗം, എല്ലാവർക്കും പിടികൂടിക്കൊണ്ടിരിക്കുന്ന പിശാചിന്റെ ആ തോന്നിപ്പിക്കൽ തന്നെ നമ്മൾ ഇവിടെ തന്നെ അള്ളിപ്പിടിച്ച് നിൽക്കാന്നുള്ളൊരു തോന്നൽ ഉണ്ടാകുമ്പോഴാണ് സംഭവിക്കുന്നത്. നമ്മൾ ഇപ്പോഴും കൊടുക്കേണ്ട ഒരു കാര്യം ഈ ഒരു ചിന്തയാണ്, പരലോകത്തേക്കുള്ള ചിന്തയാണ് നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കേണ്ടത്. അത് നിരന്തരം പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കണം, പ്രസരിപ്പിച്ചുകൊണ്ടേയിരിക്കണം. നമ്മൾ സാധാരണ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളെ കയ്യിൽ നിന്നൊരു മൊബൈൽ ഫോണ് പോയി എന്ന് സങ്കല്പിക്കുക. മൊബൈൽ ഫോണ് മിസ്സായി, നമ്മൾ എന്താ കാണിക്കുക? നമ്മൾ വല്ലാത്ത ടെൻഷൻ കാണിക്കും. മനുഷ്യന്മാരെല്ലാവരും അങ്ങനെയാണ്. അവിടെ വിളിച്ചു ചോദിക്കുന്നു, അപ്പുറത്തെ പോയ വഴിയിലൂടെ ഒക്കെ വിളിച്ചന്വേഷിച്ച് അവിടെ മൊബൈൽ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ബൈക്കിന്റെ ചാവി മിസ്സായി കഴിഞ്ഞാൽ അതൊരു ടെൻഷൻ, ചെരുപ്പ് മിസ്സായി കഴിഞ്ഞാൽ ടെൻഷൻ, കാശ് മിസ്സായാൽ ടെൻഷൻ, അല്ലേ? നമ്മൾ നല്ല ടെൻഷനാണ് കാണിക്കുക. മനുഷ്യന്മാര് കാണിക്കും അത്. ഇത് നമ്മളെ മക്കളും നമ്മുടെ സമൂഹവും കാണുന്നുണ്ട്. പക്ഷേ പരലോകത്തേക്കുള്ള വല്ലതൊന്നും മിസ്സായി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അനുഭവിക്കുന്നത്, നമ്മൾ പ്രകടിപ്പിക്കുന്നത്? ഇന്ന് ഉമ്മാനെയും ഉപ്പാനെയും നോക്കാനുള്ള ഒരു അവസരം കിട്ടി, മിസ്സായി. നമ്മളെ കുട്ടികളുടെ മുമ്പിൽ അത് അടുത്ത ആഴ്ച ആക്കാം, അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. സുബഹിന്റെ 2 മിസ്സായി, അത് ഇനി നാളെ ഉണ്ടല്ലോ, അതൊരു ടെൻഷനായിട്ട് നമ്മൾ കാണിക്കുന്നേ ഇല്ല. സമൂഹത്തിന്റെ മുമ്പിൽ, മക്കളുടെ മുമ്പിൽ, ഫാമിലിയുടെ മുമ്പിൽ നമ്മുടെ ടെൻഷൻ ഈ ദുനിയാവിന്റെ ടെൻഷൻ മാത്രമാണ്. പക്ഷേ പരലോകത്തേക്ക് ഉള്ള എന്തെങ്കിലും നഷ്ടമായാലോ ഹാപ്പി ആയിട്ടാണോ? എന്ന് സുബഹ് മിസ്സായി പോയി, കുറച്ച് നേരം വൈകിപ്പോയി, ഇത്രേ ഉള്ളൂ, അതോട് കഴിഞ്ഞു. അപ്പൊ നമ്മൾ ജീവിതത്തിൽ ഇത് കാണിക്കുക എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചു വന്നത്. അപ്പൊ ഇവിടെ സ്വർഗത്തിന്റെ വാതിലുകൾ തുറന്നു വെച്ചിട്ടുണ്ട് എന്ന് ഹദീസ് കേൾക്കുമ്പോൾ അവിടേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ആലോചനകളും നടത്തുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളിൽ നിന്ന് അള്ളാഹു പ്രതീക്ഷിക്കുന്നതാണ്. നരകത്തിന്റെ വാതിലുകളെല്ലാം അടച്ചു വെച്ചു, ഒന്നും തുറന്നിട്ടില്ല എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ സാധാരണ യാത്ര ചെയ്ത് പോകുന്ന സമയത്ത് റോഡ് ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങളത് ചാടി കടന്നു പോകരുത്, വേറെ വഴി അന്വേഷിച്ച് പോകണം എന്നാണ്. ഇപ്പൊ നരകത്തിന്റെ വാതിലുകൾ ഒന്നും തുറന്നു വെച്ചില്ല, എല്ലാം അടച്ചു വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിലേക്കുള്ള ഒരു വഴിയും നമ്മൾ പിന്നെ അന്വേഷിക്കരുത്. നമ്മൾ സ്വർഗത്തിലേക്കുള്ള വഴി അന്വേഷിച്ച് മാറിപ്പോകണമെന്നാണ് അള്ളാഹു ആഗ്രഹിക്കുന്നത്. അവിടെ പറയുന്നുണ്ട് മലക്ക്, യാ ബാഗിയൽ ഖൈറി അഖ്ബിൽ യാ ബാഗിയൽ ശർരി അദ്ബിർ, അല്ലെങ്കിൽ അക്സിർ. നന്മ ഉദ്ദേശിക്കുന്ന ആളുകൾ മുന്നോട്ട് വാ, ഹറിയം. അപ്പൊ മലക്ക് ഇങ്ങനെ ഈ ഓരോ രാത്രിയും ഓരോ ദിവസം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഹറിയപ്പ് ഹറിയപ്പ് ഹറിയപ്പ്, ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അപ്പ് 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 എന്ന് പ്രോത്സാഹിക്കുമ്പോൾ അതിനനുസരിച്ച് ഓടിക്കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. മലക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെന്നല്ലാതെ ഒരു ധൃതിയും നമ്മൾ ഈ വിഷയത്തിൽ കാണിക്കുന്നില്ലെങ്കിൽ ഈ റമദാനിന്റെ ഫലം നഷ്ടപ്പെട്ടു പോവാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇതിന്റെ എല്ലാം മാറ്റം ഉണ്ടാകുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്. ആ ഹൃദയത്തിലാണ് ഉണ്ടാക്കേണ്ടത്, ആ ബോധ്യം ഹൃദയത്തിലാണ് ഉണ്ടാക്കേണ്ടത്. അപ്പൊ നമ്മുടെ നടത്തവും സംസാരമൊക്കെ സജീവമായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ യാ ബാഗിൽ ഖൈറി അഖ്ബിൽ എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? അത് ഈ റമദാനിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ. സമ്പത്ത് കൊടുക്കാൻ പറയുന്നുണ്ടല്ലോ, നമ്മൾ എത്ര കൊടുത്തു, എത്ര സ്വതക്ക കൊടുത്തു. കുറച്ചൊരു പ്രയാസം ഉണ്ടാവണം സമ്പത്ത് കൊടുക്കുമ്പോൾ റമദാനിൽ. അങ്ങനെയാണല്ലോ, റമദാനിൽ നമുക്കിപ്പോൾ ഒരു 300 രൂപ സാധാരണ കൊടുക്കുന്ന കാശാണ് കൊടുത്തു, അവിടെ നമുക്ക് കഷ്ടപ്പാടില്ല. മിമ്മ തുഹിബ്ബൂൻ, നിങ്ങൾ ഇഷ്ടപ്പെട്ടതിൽ നിന്ന് കൊടുക്കുക എന്നുള്ളതാണ്. ഈ 300 രൂപ കൊടുക്കുമ്പോൾ എനിക്കൊന്നും സംഭവിക്കുന്നില്ല, പക്ഷെ അതൊരു 900 രൂപ 1000 രൂപ ആക്കുമ്പോൾ ബാക്കി 700-ൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണ്, ഞാൻ ചെയ്യേണ്ട കാര്യമാണ്, അതിൽ നിന്ന് കൊടുക്കുമ്പോഴാണ് ഞാനതിൽ റിസ്ക് ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയുക. അപ്പൊ റമദാനിൽ അങ്ങനെയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ ജൂദാണ്, ധർമ്മിഷ്ഠനാണ്. പക്ഷെ അജ്വദമായ ഫി റമദാനിലാണ്. റമദാനിൽ അങ്ങേയറ്റത്തെ ധർമ്മിഷ്ഠം, ദാനധർമ്മത്തിന്റെ ആളായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടുന്നാണത്? ഇഷ്ടം പോലെ സമ്പത്ത് കിട്ടണോണ്ടല്ല, ഉള്ളതിൽ നിന്ന് തന്നെ കഷ്ടപ്പെട്ട് ഞെരിഞ്ഞു കൊടുക്കുകയാണ്. എന്തിനാണത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ എല്ലാ വാതിലും തുറന്നു വെച്ചിരിക്കുകയാണ്. സ്വർഗത്തിന്റെ, നരകത്തിന്റെ എല്ലാ വാതിലും അടച്ചു വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഒരാള് മലക്ക് ഇങ്ങനെ പറയാണ്, നന്മകൾ ചെയ്തോളൂ എന്ന് അനൗൺസ് ചെയ്യാണ്. അപ്പൊ ചെറിയൊരു മാറ്റം റമദാന്റെ മുമ്പ് ചില ആളുകൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ഞാൻ സാധാരണ നിസ്കരിക്കുന്നുണ്ട്, സാധാരണ സദഖ കൊടുക്കുന്നുണ്ട്,
ഞാൻ സാധാരണ ഖുർആൻ ഓതുന്നുണ്ട്. റമദാനിൽ വെച്ചിട്ട് പ്രത്യേകിച്ചൊന്നും എനിക്കൊരു മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. റമദാനിൽ ഒരു പ്രത്യേക മാറ്റം ഉണ്ടാകണം. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിട്ടുണ്ട്. അത് പിന്നീട് ഉണ്ടായിക്കൊള്ളുന്നില്ല. ഏറ്റവും കൂടുതൽ ധർമ്മം കൊടുക്കുന്ന റമദാനിലാണ്. പിന്നെ ഏറ്റവും കൂടുതൽ കൊടുത്തോളണമെന്നില്ല, ഒരു ആവറേജ് കൊടുത്താൽ മതി. അപ്പൊ മുമ്പും ശേഷത്തിന് വ്യത്യസ്തമായിട്ട് റമദാനിൽ എന്തോ ഒരു വ്യത്യസ്തതയുണ്ട്. നമ്മുടെ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും വായന കൊണ്ടും പഠനം കൊണ്ടും എല്ലാ ഇബാദത്തുകൾ കൊണ്ടെല്ലാം എക്സ്ട്രാ നമ്മൾ ചെയ്യേണ്ടവരാണ് എന്നാണ് പറഞ്ഞ ഉദ്ദേശം. അതിൽ നമ്മുടെ ഖുർആനോടുള്ള ബന്ധം നമ്മൾ ശരിപ്പെടുത്തണം. യാ ബാഗിൽ ഖൈരി അഖ്ബിൽ. ഇപ്പൊ ഇന്ന് 10 ദിവസമാണെങ്കിൽ സാധാരണഗതിയിൽ ഒരു നോർമൽ നമ്മൾ ഒരു ദിവസം ഒരു ജുസ് എന്ന അർത്ഥത്തിൽ വായിച്ചാലാണ് റമദാനിൽ കംപ്ലീറ്റ് ആയിട്ട് തീർക്കാൻ കഴിയുള്ളൂ. അപ്പൊ 10 ജുസ് ഇന്ന് തീരണം. ഒരു ദിവസം 22-23 പേജ് വെച്ചിട്ട് വായിച്ചാൽ മാത്രമേ 10 ജുസ് നമുക്ക് ഈ ദിവസം കൊണ്ട് തീർക്കാൻ കഴിയുള്ളൂ. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് പരിശോധിച്ച് നോക്ക്. യാ ബാഗിൽ ഖൈറി അഖ്ബിൽ. പഴയ റമദാനിന് മുമ്പ് പോലെ തന്നെ നമ്മൾ എന്താണോ എല്ലാം ഓതിയിരുന്നത് അതുപോലെ തന്നെ ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് കാര്യമില്ല. നമ്മളെ ഹിഫ്ള് പഠനം, മനപ്പാഠം എത്രത്തോളം എത്തിയിട്ടുണ്ട്, തഫ്സീർ വായന എത്രത്തോളം എത്തിയിട്ടുണ്ട്. മുമ്പ് റമദാനിനേക്കാളും മുമ്പുള്ള അവസ്ഥയേക്കാളും ഒന്നുകൂടി ഒരു ബെറ്റർ ആയിട്ട് നമ്മൾ പ്രകടിപ്പിച്ചേ മതിയാവും. ഈ ഖുർആന്റെ തന്നെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇത് ശരിക്കും പറഞ്ഞാല് ഈ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് എന്നുള്ളത് ഭയങ്കര അത്ഭുതമുള്ള ഒരു കാര്യമാണത്. നമ്മൾ സാധാരണ ഒരു വാക്യമല്ലല്ലോ ഖുർആനിലെ വാക്യം എന്ന് പറയുന്നത്, അള്ളാഹുവിന്റെ കലാമാണുള്ളത്. ഈ അള്ളാഹുവിന്റെ കലാമ് അമാനുഷികമാണ്, മനുഷ്യനുണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളത് അതിന്റെ ആശയ പദങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത്രത്തോളം ഡീപ്പായിട്ട് നമ്മൾ പോകേണ്ട ആവശ്യമൊന്നുമില്ല. എങ്കിലും ഇത് മനുഷ്യന്മാർക്ക് ഉണ്ടാക്കാൻ പറ്റാത്ത, അള്ളാഹു പറഞ്ഞാൽ മാത്രം ശരിയാകുന്ന ഒരു വാക്യമാണ്, പദമാണ് എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് നമ്മൾ എത്തണമല്ലോ. നമുക്ക് അങ്ങനെ ഒരു ഫീല് അനുഭവപ്പെടുന്നുണ്ടോ? ഇത് അന്ന് തന്നെ എഴുതിയ ഇപ്പൊ ഒരു ഉദാഹരണമായിട്ട് ഒരു അറബിയിലുള്ള കുറച്ച് വാചകം നമുക്ക് കിട്ടി. ഖുർആനും നമ്മൾ നോക്കുന്നു. ഖുർആനിലെ ഇതും ഇപ്പുറത്തെ അറബി പദവും നമ്മൾ തമ്മിൽ ഇത് അള്ളാന്റെ ആണെന്ന് നമുക്ക് എന്താ ഉറപ്പ്? പക്ഷെ മക്കാ മുശ്രിക്കുകൾക്ക് ഉറപ്പായിരുന്നു. മക്കാ മുശ്രിക്കുകൾ സാഹിത്യകാരന്മാരെ പറഞ്ഞു ഇത് കൊണ്ടേക്ക്, അതായത് മുസൈലമത്തുൽ കദ്ദാബ് എന്ന് പറഞ്ഞിട്ട് ഒരാള് നബിയായിട്ട് വാദിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ എന്നാ നബിയാണെന്നുള്ള തെളിവ് കാണിച്ചായിട്ട് എന്ന് പറയുന്നുണ്ട് മക്കാ മുശ്രിക്കുകളെ സാഹിത്യകാരന്മാര്. അപ്പൊ മുസൈലമത്തുൽ കദ്ദാബിന്റെ ഖുർആന് അയാളുണ്ടാക്കിയ ഖുർആൻ എന്ന് പറഞ്ഞിട്ടാണ് അത് ഓതി കൊടുത്തപ്പോ മക്കാ മുശ്രിക്കുകളുടെ സാഹിത്യകാരന്മാർ പറഞ്ഞെന്താറോ, നല്ല സാധനമാണിത്, പക്ഷെ ഇത് മുസൈലം ഉണ്ടാക്കിയതാണ്. നല്ല സാഹിത്യം തന്നെയാണ്, പക്ഷെ ഇത് മുസൈലമിന്റെ ആണ്, ഇത് അള്ളാന്റെ അല്ല എന്ന് മക്കാ മുശ്രിക്കുകളിലെ സാഹിത്യകാരന്മാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഖുർആനിന്റെ ആയത്തുകൾ കണ്ടപ്പോൾ ഓര് പറഞ്ഞു എന്ത്, ഇത് മുഹമ്മദ് ഉണ്ടാക്കിയൊന്നല്ല, ഇത് മനുഷ്യന്മാരുണ്ടാക്കിയതല്ല, ഇത് വേറെന്തൊരു സാധനം തന്നെയാണ് എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ നമുക്ക് അറബി പദങ്ങൾ കാണുമ്പോഴും ഖുർആന്റെ പദങ്ങൾ കാണുമ്പോഴും വ്യത്യാസം മനസ്സിലാകുന്നില്ല. ഇസ്ലാം സ്വീകരിക്കാത്ത, ഇസ്ലാമിനോട് ശത്രുത വെച്ച് പുലർത്തിയ ആൾക്ക് കണ്ടപ്പോൾ മനസ്സിലായി, നമുക്ക് മനസ്സിലാകുന്നില്ല. നമ്മൾ അറബികളല്ലാത്തത് ആയതുകൊണ്ടാണ്. പക്ഷെ ഒരു എക്സ്ട്രാ പഠനം, യാ ബാഗിൽ ഖൈറി അഖ്ബിൽ എന്ന് മലക്ക് നമ്മോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ എന്തെങ്കിലും ഒരു പഠനം, അതിന്റെ പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയേ മതിയാവും എന്നുള്ളൊരു വാശി നമുക്ക് വേണമല്ലോ. അതിന്റെ ഒരു പ്രത്യേകതയ്ക്ക് വേണ്ടിയിട്ട് ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. അതായത് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, അദ്ദേഹം റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചതാണ്. അതിന്റെ മുമ്പ് കവിയാണ് മക്കയിൽ. ഖൻസാ റളിയല്ലാഹു അൻഹ ഇസ്ലാം സ്വീകരിച്ചതാണ്. അതിന്റെ മുമ്പ് തന്നെ കവിയത്രിയാണ്. അപ്പൊ അവരുടെ ഒരു വലിയ പിന്നെ മത്സരം നടക്കുന്നു ഉഖാദ് ചന്തയിൽ. ആ വർഷത്തെ കവി ആരാണ് എന്ന് തെരഞ്ഞെടുക്കുന്ന മത്സരമാണത്. അപ്പൊ ഇവിടുന്ന് ഒരു കവി ഒരു കവിത അവതരിപ്പിക്കും. ഇവരെന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഇപ്പുറത്തുള്ള ആള് അതിനെ നിരൂപണം ചെയ്യും. ഇവര് കവിത അവതരിപ്പിക്കുമ്പോൾ ഇവിടുന്ന് നിരൂപണം ചെയ്യും. അങ്ങനെ അവസാനം നിരൂപണവും കവിതയും എല്ലാതും കൂടി നോക്കിയിട്ട് ആരാണ് ഏറ്റവും ബെസ്റ്റ് കവി എന്ന് നോക്കുന്ന സംഭവമാണ്. അപ്പൊ ഹസ്സാൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഇസ്ലാമിന്റെ മുമ്പ് ഞാനും ഖൻസാവും തമ്മിൽ അങ്ങനെ മത്സരം നടന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ വന്നു, എന്നിട്ട് മത്സരം ഉന്നയിച്ച്, അത് ഹസ്സാൻ റളിയല്ലാഹുവിന്റെ ഒരു ഖസീദ, ഖണ്ഡകാവ്യം തന്നെ ഉണ്ട്, ഇപ്പോഴും നിലവിലുള്ള തന്നെയാണ്.
അതിന്റെ തുടക്കത്തിലുള്ളൊരു വാചകം ഹസൻ റളിയല്ലാഹു പറയാണ്, ഞാൻ അങ്ങനെ ഇതിങ്ങനെ ചൊല്ലി, ഞാൻ ഖുർആന്റെ പ്രത്യേകത മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയണത്, ഞാനതങ്ങനെ ചൊല്ലി തുടങ്ങിയത് ഇങ്ങനെയാണ്: ലനൽ ജഫനാത്തുൽ ഖുർറു യൽമഅന ബിദ്ദുഹാ വഅസ്യാഫുനാ യഖ്തിർന മിൻ നജ്ദത്തിൻ ദമാ. അത് അറബികളുടെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാല് അവര് ഞങ്ങൾ നല്ലോണം യുദ്ധം ചെയ്യുമെന്ന് ഭയങ്കര ആത്മാഭിമാനം പറയും. അതോടൊപ്പം തന്നെ എന്ത് പറയുന്നു പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾ നല്ല ഭക്ഷണം കൊടുക്കുന്നവരുമാണ്. ഭക്ഷണം കൊടുക്കും, അത് വിചാരിച്ചിട്ട് ഞങ്ങളോട് മേക്കിട്ട് തരാൻ വരണ്ട, ഞങ്ങൾ വാളെടുത്ത് വിട്ടും. അങ്ങനെയുള്ള കാര്യമാണ് അവർ കവിതയിൽ പറയുന്നത്. അതന്നെയാണ് ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ലനൽ ജഫനാത്ത്, ഞങ്ങൾക്ക് പാത്രങ്ങളുണ്ട്, അൽ ഖുർറു, വെളുത്ത പാത്രങ്ങളുണ്ട്, യൽമഅന, അതിങ്ങനെ തിളങ്ങുന്നുണ്ട്, ബിദ്ദുഹാ, ദുഹാ സമയത്ത് ഇങ്ങനെ തിളങ്ങുന്ന പാത്രങ്ങളുണ്ട്. അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താ? ഞങ്ങൾക്ക് നല്ലോണം ഭക്ഷണത്തിനുള്ള പാത്രങ്ങളുണ്ട് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. വഅസ്യാഫുന, ഞങ്ങളുടെ വാളുകൾ, യഖ്തിർന, അതിങ്ങനെ ഒറ്റിക്കും, മിൻ നജ്ദത്തിൻ, നജ്ദ് കൊണ്ടുവന്ന വാളാണ്, ദമൻ, രക്തം ഒറ്റിക്കും, അതുകൊണ്ട് യുദ്ധം ചെയ്യാൻ വരണ്ട എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ഹസൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ അതിന്റെ 2 വാചകങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോ ഹൻസാ എന്നോട് പറഞ്ഞു, ഹസ്സാൻ, അതിൽ 8 തെറ്റുകളുണ്ട്, അതില് 8 തെറ്റുകളുണ്ട്. എന്താ 8 തെറ്റുകൾ? ഇപ്പൊ നമ്മളത് പറഞ്ഞപ്പോ മനസ്സിലായില്ലല്ലോ. അപ്പൊ ഹൻസാ റളിയല്ലാഹു അൻഹു എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ലന, ഞങ്ങളടുത്തുണ്ട്, അൽ ജഫനാത്ത്, പാത്രങ്ങൾ എന്നാണ്. പാത്രങ്ങൾ എന്നുള്ളതിന് അറബി ഭാഷയിൽ അത് ശരി തന്നെയാണ്. പക്ഷെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് 10ൽ താഴെയുള്ള പാത്രങ്ങൾക്കേ പറയൂ. കുറെ പാത്രങ്ങൾ ഉണ്ട് എന്നാണ് ആരും ഉദ്ദേശിച്ചത്? ഹസ്സാൻ റളിയല്ലാഹു അൻഹു ഉദ്ദേശിച്ചത്. അതിൽ കൊണ്ടുവരേണ്ട പദം ജിഫാൻ എന്നുള്ളതാണ് എന്ന് തിരുത്തി കൊടുക്കുകയാണ്. അൽ ഖുർറു, വെളുത്ത പാത്രം. ഹസ്സാന് ഭക്ഷണം കുറെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വെളുത്തും കൊണ്ട് പാത്രം ഉണ്ടാവില്ല. അതൊന്നുമില്ലെങ്കിൽ ചുവപ്പ് കളറോ അല്ലെങ്കിൽ കറുപ്പ് കളറോ ആയിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഖുർറ് എന്നുള്ള പദമല്ല അവിടെ ഉപയോഗിക്കേണ്ടത്. യൽമഅന എന്ന് പറഞ്ഞാൽ വെട്ടിത്തിളങ്ങുക. പക്ഷെ തിളങ്ങും, ആ തിളങ്ങുന്ന എപ്പോഴും നിലനിൽക്കില്ല, അതിങ്ങനെ ഡിമ്മാവുന്ന സന്ദർഭത്തിൽ ലമ ഉപയോഗിക്കുള്ളൂ. ളുഹ, ളുഹ എന്ന് പറഞ്ഞാൽ പകൽ സമയമാണ്. ഹസാനെ, നമ്മൾ ഭക്ഷണം കൊടുക്കാറുള്ളത് രാത്രിയാണ്. അപ്പൊ കവിത എഴുതാൻ വേണ്ടിയിട്ട് കവിതാ മത്സരത്തിൽ പങ്കെടുത്ത് കവിത എഴുതിച്ചപ്പോ അദ്ദേഹം ഉദ്ദേശിക്കുന്ന ആശയത്തിന് പറ്റിയ പദമല്ല ഏത്, അദ്ദേഹം കൊണ്ടുവന്ന വാചകങ്ങൾ. ഇത് അറബികൾക്കറിയാം. അറബികൾ അങ്ങനെ നിരൂപണം നടത്തുന്ന ആളുകളാണ്. അങ്ങനെ നിരൂപണം നടത്തിയിട്ട് അത്യാവശ്യം കേടില്ലാത്ത കുറച്ച് കവിതകൾ ഉണ്ടായിരുന്നു. അതാണ് കാബയിൽ കെട്ടിത്തൂക്കിയത്. അൽ മുഅല്ലഖാത്തു സബഅ എന്ന് പറയും. കേടുണ്ട് ഒരുപാട്, പക്ഷെ എന്നാലും തരക്കേടില്ലാത്തത് പറഞ്ഞിട്ട് അവർ കെട്ടിത്തൂക്കിയതാണ്. വിശുദ്ധ മുഅല്ലഖകൾ എന്നാണ്. ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇങ്ങനെ അറബികൾ ഓരോ പദങ്ങൾ കാണുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് നിരൂപണം ചെയ്യാൻ അറിയുന്ന ആളുകളായിരുന്നു. പക്ഷെ ഖുർആൻ ഇങ്ങനെ ഇറങ്ങി നോക്കി നോക്കുമ്പോൾ അവരതിനെങ്ങനെ വാച്ച് ചെയ്യും. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ഒരു പ്രശ്നവുമില്ല. ഖുർആനിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഒരു പദമോ ഒരു അക്ഷരമോ ഒരു സെന്റൻസോ ആശയവിരുദ്ധമായിട്ടുള്ള, ഗ്രാമർ വിരുദ്ധമായിട്ടുള്ള, സാഹിത്യ വിരുദ്ധമായിട്ടുള്ള ഒരക്ഷരം പോലും ആ അറബി സാഹിത്യകാരന്മാർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് അവർ അംഗീകരിച്ചത് ഇത് മനുഷ്യനുണ്ടാക്കിയല്ല. കാരണം മനുഷ്യന്മാരുണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ തെറ്റുകൾ സംഭവിക്കും. ഖുർആനിൽ അതില്ല. ആ കിതാബാണ് നമ്മൾ വായിക്കാൻ പറയുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ വായിച്ചു പോയിട്ട് സാധാരണ ഒരു പത്രം വായിക്കുന്നത് പോലെ, സാധാരണ നോവൽ വായിക്കുന്നത് പോലെയുള്ള കലാമല്ല അള്ളാന്റെ കലാം. ഒരു നിലക്കും അബദ്ധം പറ്റാത്ത, ഒരു ഇവജില്ലാത്ത മുസ്തഖീമായ കിതാബാണ്. അപ്പൊ ഈ റമദാനിൽ നമ്മൾ പഴയ റമദാനിന്റെ മുമ്പ് വായിച്ച അളവിലല്ല നമ്മൾ വായിക്കേണ്ടത്. ഒരു എക്സ്ട്രാ കഠിനാധ്വാനം ഈ ഖുർആൻ പഠനത്തിൽ നമ്മൾ കൊടുത്തേ മതിയാവും. യാ ബാഗി അൽ ഖൈറി അഖ്ബിൽ. അതുകൊണ്ട് പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇതാണ്, നമ്മുടെ ഹൃദയത്തിലാണ് എല്ലാ മാറ്റങ്ങളും ഉണ്ടാക്കാൻ കഴിയുന്നത്. അത്തഖ്വ ഹാഉന എന്ന് പറയുന്നുണ്ട് ഇവിടെ. അത്തഖ്വ ഹാഉന. എന്താ തഖ്വ എന്ന് പറഞ്ഞാൽ? തഖ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിശദാംശങ്ങൾ നമ്മൾ ചർച്ച ചെയ്തൊരു കാര്യമാണ്, അറിയുന്ന ഒരു കാര്യമാണ്. തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണ് തഖ്വ എന്നുള്ളത് ഉമർ റളിയല്ലാഹു അൻഹു ആരോട് ചോദിച്ചിട്ടുണ്ട്? ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചിട്ടുണ്ട്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഖുർആൻ പണ്ഡിതനാണ്. എന്താ ഖുർആൻ പണ്ഡിതനാന്ന് പറയാൻ കാരണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, ഈ ഖുർആനിൽ ഏറ്റവും അഅ്ലം ആയത്ത് ഇൻദക്, ഖുർആനിൽ ഏറ്റവും അഅ്ലം മഹത്തായ ആയത്ത് ഏതാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കറിയില്ല എന്ന് പറയും. എന്നാലും പറയും. അപ്പോ ഖുർആന്റെ തുടക്കം മുതൽ അവസാനം വരെ ഇങ്ങനെ മസ്തിഷ്കത്തിൽ ഇങ്ങനെ കറങ്ങിയിട്ട് അവസാനം ആയത്തുൽ കുർസി,
ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നെഞ്ചത്ത് കൊട്ടിയിട്ട് അങ്ങനെ വേണം ആശംസിക്കുകയാണ്, നെഞ്ചത്ത് കൊട്ടിയിട്ട്. ആലം ആയത്ത് തന്നെയാണ്, ആയത്തുൽ കുർസി. അത്ര വലിയ പണ്ഡിതനാണ്. ആ പണ്ഡിതനോട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, എന്താ ഈ ഖുർആനിലെ തഖ്വ, എന്താ തഖ്വ എന്ന് ചോദിക്കുമ്പോൾ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, താങ്കൾ മുള്ളുള്ള വഴിയിലൂടെ നടന്നു പോകുമ്പോൾ താങ്കൾ എന്താ ചെയ്യാറുള്ളത്? അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുള്ളു തട്ടാതിരിക്കാൻ വേണ്ടി ഞാനൊന്ന് ശ്രദ്ധിച്ച് നടക്കും. അതാണ് തഖ്വ. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ മുള്ളുള്ള വഴിയിലൂടെ മുള്ളു തട്ടാതെ നടക്കുന്ന ആളുകൾ മുസ്ലിങ്ങൾ മാത്രമാണോ? ഏത് നിരീശ്വരവാദി അങ്ങനെ തന്നെയല്ലേ നടക്കുക? ഏത് ക്രിസ്ത്യാനിയും ഏത് ഹിന്ദുവും മുള്ളുള്ള വഴിയിലൂടെ മുള്ളു തട്ടാതിരിക്കാൻ വേണ്ടി തന്നെയല്ലേ നടക്കുക? അപ്പൊ എല്ലാവരും മുത്തഖി തന്നെയാണ് എന്ന് പറഞ്ഞാൽ ജാഗ്രതയുള്ളവരാണ്. ശരീരത്തിൽ ഒന്നും തട്ടാതിരിക്കാൻ, ഉപദ്രവം ഏൽക്കാതിരിക്കാൻ വേണ്ടി ജാഗ്രതയുള്ള, ആ ജാഗ്രതക്കാണ് തഖ്വ എന്ന് പറയാം. പക്ഷെ അള്ളാഹു അതിനെ ഉദ്ദേശിച്ചത് എന്താന്ന് പറഞ്ഞാൽ, ഇത്രയും ജാഗ്രതയുള്ള നിങ്ങൾ എന്തുകൊണ്ട് വരാൻ പോകുന്ന നരകം, ആ തീയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. ഇവിടെ ഫയർ ആൻഡ് സേഫ്റ്റി ഉണ്ട്, കത്തിക്കഴിഞ്ഞാൽ ഉടനെ കെടുത്താനുള്ള സംവിധാനം ഉണ്ട്. തഖ്വ ഉണ്ട് എന്നർത്ഥം. ഇവിടെ തഖ്വയുണ്ട്, ദുനിയാവിൽ കത്താതിരിക്കാനുള്ള തഖ്വയുണ്ട്. പക്ഷെ നാളെ കത്തിക്കൊണ്ടിരിക്കുന്ന, തലയോട്ടി തെറിപ്പിച്ച് കളയുന്ന, ഏറ്റവും സുന്ദരമായിട്ട് നമ്മൾ കൊണ്ടുനടക്കുന്ന ഈ മുഖത്തിലെ ഇറച്ചിയൊക്കെ ഇങ്ങനെ അതൊക്കെ ഒതുക്കി കളയുന്ന സഖറായ നരകം, അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് മുന്നൊരുക്കമാണ് നടത്തിയിട്ടുള്ളത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. ഫത്തഖുന്നാർ, ആ നരകത്തിലേക്ക് പോകാതിരിക്കാനുള്ള സേഫ്റ്റി മാർഗം നിങ്ങൾക്ക് കൊള്ളുക. ആ സേഫ്റ്റി മാർഗമാണ് ഖുർആൻ, ആ സേഫ്റ്റി മാർഗമാണ് പരലോക വിശ്വാസം, ആ സേഫ്റ്റിയാണ് നിസ്കാരം, നോമ്പെല്ലാം. ലഅല്ലക്കും തത്തഖൂൻ. പക്ഷെ അത് നമ്മൾ എവിടെയാണ് ഉണ്ടാക്കേണ്ടത്? അത്തഖ്വ ഹാഹുന, നമ്മുടെ ഹൃദയത്തിലാണ് ഇതാദ്യം നമ്മൾ പിടിപ്പിക്കേണ്ടത്. ആ ഹൃദയത്തിൽ ഇത് പിടിപ്പിച്ചിട്ടില്ല എങ്കിൽ ഒരർത്ഥത്തിൽ സ്വാധീനം ഉണ്ടാക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്നത്, നമ്മുടെ ഹൃദയം അള്ളാഹുവിനെ കേന്ദ്രീകരിച്ചാക്കുക. അള്ളാഹു നമുക്ക് നൽകിയ നിർദ്ദേശങ്ങളുണ്ടല്ലോ ഖുർആനിലെ, അതെല്ലാം ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാനുള്ള ഒരു അവസരം അള്ളാഹു റമദാനിൽ തന്നിരിക്കുകയാണ്. ആ അവസരം ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ നഷ്ടമാണ് സംഭവിക്കുന്നത്. നമ്മൾ സാധാരണഗതിയിൽ തന്നെ മനസ്സിലാക്കിയതുപോലെ തന്നെ ത്വൽഹത്ത് ഇബ്നു ഉബൈദ് റളിയല്ലാഹുവിന്റെ കഥ കേട്ടിട്ടില്ലേ? അദ്ദേഹം ഭയങ്കര ടെൻഷനാണ് ആ കഥ കണ്ടിട്ട്. സ്വപ്നമാണ്. ആ സ്വപ്നം കണ്ടിട്ട് ഷഹീദായ ഒരാള്, ഷഹീദിന്റെ രക്തത്തുള്ളിക്ക് തന്നെ വലിയ പുണ്യമുണ്ട്. അപ്പൊ രണ്ടാളുകൾ ഒരേ സമയത്ത് ഇസ്ലാം സ്വീകരിച്ചു. ജൂതന്മാരിൽ നിന്ന് രണ്ടാളുകളിൽ ഒരാള് ഭയങ്കര വർക്ക് ഹോളിക്കാണ്, കഠിനാധ്വാനിയാണ്. അദ്ദേഹം ഒരു യുദ്ധത്തിൽ പങ്കെടുത്ത് ഷഹീദായി, നേരത്തെ മരണപ്പെട്ടു. പിന്നത്തെ ഒരാള് ഒരു വർഷം കൂടി കഴിഞ്ഞിട്ട് നോർമൽ ഡെത്ത് ആയിരുന്നു. പക്ഷെ ത്വൽഹത്ത് ഇബ്നു ഉബൈദ് റളിയല്ലാഹു അൻഹു സ്വപ്നം കണ്ടത് എന്താ? നാളെ സ്വർഗത്തിലെ വാതിലുകൾ ഇങ്ങനെ കയറാൻ നോക്കുന്ന സമയത്ത് അദ്ദേഹം ഉണ്ട്, ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു സ്വർഗത്തിലേക്ക് കയറുകയാണ്. പക്ഷെ ഷഹീദ് ഇങ്ങനെ വാതിലിലേക്ക് കയറാൻ നോക്കുന്ന സമയത്ത് മലക്ക് തടയുകയും രണ്ടാമത് എൻട്രൻസ് കൊടുക്കുകയും ചെയ്തു. അഥവാ ഒരു വർഷം കഴിഞ്ഞിട്ട് മരണപ്പെട്ട ആ സുഹൃത്തിന് ആദ്യം സ്വർഗത്തിലേക്ക് കയറ്റി വിട്ടു എന്നാണ്. ആകെ ടെൻഷനായി. ഇങ്ങനെ ഉണ്ടാവും, ഷഹീദിനല്ലേ കൂലി കൂടുതൽ, എൻ്റെ ഈമാനിന് എന്തെങ്കിലും കുറവുണ്ടോ, സഹാബിമാരോടൊക്കെ പറഞ്ഞിട്ട് ചർച്ചയാക്കി. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്ക് അതിൽ എന്താണ് അത്ഭുതമുള്ള കാര്യമുള്ളത്, എന്താ നിങ്ങൾ ചർച്ച ചെയ്യുന്നത്? അപ്പൊ ഷഹീദിന് രണ്ടാമതാണ്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച ചോദ്യം ഇതാണ്, ആ സ്വർഗത്തിൽ ആദ്യം കയറിയ ആൾ മക്കസ ബഅദഹു സന, ഒരു വർഷം കൂടി അദ്ദേഹം ജീവിച്ചില്ലേ? അദ്റക റമദാന സ്വല്ല കഥ വ കഥ, റമദാന് കിട്ടിയിട്ട് ഇങ്ങനെ നിസ്കാരങ്ങളൊക്കെ നിർവഹിച്ചില്ലേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്. അതിനുശേഷം പറയാണ്, അങ്ങനെയാണെങ്കിൽ ആ സഹാബി ഷഹീദും പിന്നീട് നോർമൽ ഡെത്ത് സംഭവിച്ച, ഒരു വർഷം കൂടി ജീവിച്ചിട്ട് നോർമൽ ഡെത്ത് സംഭവിച്ച അദ്ദേഹവും തമ്മിലുള്ള വ്യത്യാസം മാ ബൈന സമാഇ വൽ അർദ്, ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അത്രമാത്രം അനുഗ്രഹമാണ് ഈ റമദാൻ. ഈ റമദാനിലെ ഓരോന്ന് നമ്മൾ ഖൈറുൻ നാസി മൻ ത്വാല ഉംറുഹു വ ഹസുന അമലുഹു, ദീർഘായുസ് കിട്ടിയാൽ ഏറ്റവും ബെസ്റ്റ് ആളുകളാണ് ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. പക്ഷെ വ ഹസുന അമലുഹു, അമല് കൂടി അതിന്റെ കൂടെ നന്നാക്കണം. അപ്പൊ റമദാനിൽ വാരിക്കൂട്ടാനുള്ള സന്ദർഭം അല്ലാഹു നൽകിയിരിക്കുകയാണ്. അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ടത്. അതിനുള്ള അവസരമാണ്, നഷ്ടപ്പെടുത്തി കളയരുത്. ഓരോരുത്തരും ഹൃദയത്തിൽ കൈവച്ച് ചോദിക്കുക, ഞാൻ എൻ്റെ കുടുംബവുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്, മക്കളുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്, ഭാര്യയുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്, അള്ളാഹുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്,
സുന്നത്തുമായിട്ടുള്ള നമ്മുടെ ബന്ധം എങ്ങനെയാണ്, ഇതെല്ലാം പരിശോധിച്ചിട്ട് ഒന്ന് ക്ലിയർ ആക്കി നന്നായി ഏറ്റവും വിശുദ്ധന്മാരായിട്ട് അള്ളാഹുവിനെ ഹൃദയവിശുദ്ധി ഇല്ലാമൻ അത്തല്ലാഹു ബിഖൽബിൻ സലീം എന്നാണ്. ഹൃദയവിശുദ്ധിയോടുകൂടി അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോഴാണ്, അഥവാ അള്ളാഹു നമ്മളെ എങ്ങനെയാണോ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത്, ഒരു കുനിഷ്ടും അസൂയയും വെറുപ്പും ഇല്ലാതെ നല്ല ഫിത്രത്തോടു കൂടിയാണ് ഓരോ കുട്ടികളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ജനിപ്പിച്ചിട്ടുള്ളത്, സൃഷ്ടിച്ചിട്ടുള്ളത്. അതേപോലെ അള്ളാഹുവിനെ കണ്ടുമുട്ടാനാണ് ആഗ്രഹിക്കുന്നത്. ആ അള്ളാഹുവിന്റെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മുടെ റൂട്ടീൻ നമ്മൾ ശരിപ്പെടുത്തുക എന്നുള്ളതാണ് റമദാനിൽ ചെയ്യേണ്ടത്. നമ്മൾ മുമ്പ് തന്നെ മനസ്സിലാക്കിയ ഒരു സംഭവമുണ്ട്. അതായത് ഈ ഹൃദയത്തോടു കൂടി മരണപ്പെടുക എന്ന് പറയുന്നത്, നല്ല ഹൃദയത്തോടുകൂടി മരണപ്പെടുക എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണത്. അതിൽ നമ്മൾ ഒരുപാട് സംഭവങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ ഹദീസിൽ 99 ആളുകളെ കൊലപ്പെടുത്തിയ ഒരാളുടെ സംഭവം കേട്ടിട്ടില്ലേ? അദ്ദേഹം തൗബ ആഗ്രഹിക്കുന്നുണ്ട്, മാറാൻ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്, പക്ഷെ സാഹചര്യം ശരിയല്ല. അപ്പൊ ഒരു ആലിമിനെ ചോദിക്കുന്നുണ്ട്, എനിക്ക് തൗബ ഉണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുന്നുണ്ട്. അപ്പൊ ഒരു ആലിമിനെ കിട്ടി. ആദ്യം ഒരു ആബിദായിരുന്നു, അദ്ദേഹം ഇബാദത്ത് എടുക്കുന്ന ഒരാളാണ്. മുപ്പത് കേട്ട പറഞ്ഞു 99 ആളുകളെ കൊന്ന ആളുകൾക്കൊന്നും തൗബയില്ല. അപ്പൊ അദ്ദേഹത്തെ വെട്ടി, അദ്ദേഹം ദേഷ്യം കൊണ്ട്. അപ്പൊ ഒരു ആലിമിനെ അന്വേഷിച്ചു, ഒരു ആലിമിനെ കണ്ടെത്തി. ആലിം പറഞ്ഞു തൗബയുണ്ട്. പക്ഷേ തൗബ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മാറാൻ തയ്യാറാവണം, പഴയ പടിയിൽ തന്നെ നിൽക്കരുത്. ഒരു രാജ്യത്ത് പോകണം, അവിടെ നല്ല മനുഷ്യന്മാരാണ്, നല്ല നിയത്തുള്ള ആളുകളാണ്, അവിടേക്ക് പോകാൻ തയ്യാറുണ്ടോ? അപ്പൊ അയാൾ തയ്യാറാവുകയാണ്. പോകുന്ന വഴിക്ക് അദ്ദേഹം മരണപ്പെടും. ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പോകുന്ന വഴിക്ക് മരണപ്പെടും. മരണപ്പെട്ടപ്പോൾ പിന്നെ ഖൈറിന്റെ മലക്കുകൾക്ക് കൺഫ്യൂഷനായി. അവരുടെ വാദം എന്താന്ന് പറഞ്ഞാൽ ഇദ്ദേഹം തൗബ ചെയ്തിട്ടുണ്ട്, കൊണ്ടുപോകണം. അങ്ങനെ ഹദീസ് ഖുർആനിൽ എങ്ങനെയുള്ളത്? ഇല്ലാമൻ താബ വആമന വഅമില അമലൻ സ്വാലിഹൻ ഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. ഈമാനോടുകൂടി അമൽ സ്വാലിഹാത്ത് ചെയ്ത ആളുകളുണ്ട്, പക്ഷെ തൗബ ചെയ്ത ആളുകളുണ്ടല്ലോ. ആ തൗബ ചെയ്ത അവരുടെ പ്രത്യേകത ഉള്ളത് എന്താന്ന് പറഞ്ഞാൽ അവരുടെ തിന്മകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നുണ്ട്? നന്മകളാക്കി മാറ്റുന്നുണ്ട്. യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. അപ്പൊ തൗബ ഉള്ള ആളാണ്, അയാൾ സ്വർഗത്ത് കൊണ്ടുപോകണം. മറ്റേ ഖൈറിന്റെ ഷർറിന്റെ മലക്കുകൾ വന്നിട്ട് പറഞ്ഞു എന്ത്, അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല, കാരണം അയാൾ നന്മ ചെയ്യാനുള്ള അവസരം ഒന്നും കിട്ടിയില്ല, അപ്പോൾ നരകത്ത് കൊണ്ടുപോകണം എന്നാണ് അവർ പറഞ്ഞത്. ഏതായാലും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് അവിടെ വിധി നടപ്പിലാക്കുന്നുണ്ട്. എന്ത് ചെയ്യാം? അദ്ദേഹം പുറപ്പെട്ട സ്ഥലവും എത്താനുള്ള സ്ഥലവും, തിന്മയുടെ സ്ഥലവും നന്മയുടെ സ്ഥലവും, അദ്ദേഹത്തിന്റെ ബോഡി എവിടെയാണ് കിടക്കുന്നത്, എവിടേക്കാണ് കൂടുതൽ അടുത്ത് നിൽക്കുന്നത്, അങ്ങനെ പരിശോധിച്ച് നോക്കുന്നുണ്ട്. ആ പരിശോധിച്ച് നോക്കുന്നതിനിടയിൽ ആ ഹദീസിൽ പറയുന്നത് എന്താണോ, അദ്ദേഹത്തിന്റെ ബോഡി ഒരു പക്ഷേ തിന്മയുടെ ഭാഗത്ത് തന്നെയാണുള്ളത്, പക്ഷെ അദ്ദേഹത്തിന്റെ ഹൃദയം എത്തിക്കഴിഞ്ഞിട്ടുണ്ട്, ആ നല്ല പ്രദേശത്തേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പൊന്നാനിയിലായിരിക്കും നമ്മൾ താമസിക്കുന്നത്, എല്ലാ ടൗണിലെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും, പക്ഷെ നമ്മുടെ ഹൃദയം എവിടെയാണ്? അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നാളെ അള്ളാഹുവിന്റെ അർശ് കിട്ടുന്ന 7 ആളുകളിലെ ഒരാളെ കുറിച്ച് പറഞ്ഞു, ഖൽബുഹു മുഅല്ലഖും ബിൽ മസാജിദ് എന്നാണ്. അദ്ദേഹം പുറത്തു പോകുന്നുണ്ട്, പക്ഷേ അദ്ദേഹത്തിന്റെ ഹൃദയം എവിടെ വെച്ചിട്ടാണ് അദ്ദേഹം പോയിട്ടുള്ളത്? പള്ളിയിൽ വെച്ചിട്ടാണ് പോയിട്ടുള്ളത്. ഒരുപാട് പ്രശ്നങ്ങൾ അവിടേക്ക് ഉണ്ട്, പക്ഷെ അദ്ദേഹത്തിന്റെ ഹൃദയം പള്ളിയിൽ വെച്ച് പോയത് കൊണ്ട് ആ ഹൃദയം വിശുദ്ധമായിട്ടാണ് ഉള്ളത്. ഏത് തിരക്കിൽ പോയാലും, ഏത് ടൗണിൽ പോയാലും, ഏത് അങ്ങാടിയിൽ പോയാലും അയാളുടെ ഹൃദയം പള്ളിയിലാണ്, വിശുദ്ധമാണെന്നർത്ഥം. ഈ റമദാൻ വന്നിട്ട് നമ്മുടെ ഹൃദയം ഇപ്പോൾ എവിടെയാണ്, ഏതവസ്ഥയിലാണ് ഉള്ളത് എന്ന് പരിശോധിച്ച് നോക്കാനുള്ള സന്ദർഭമാണത്. നല്ല ഹൃദയമാണ് എങ്കിൽ മരണപ്പെടുകയാണ്, അള്ളാഹു നമുക്ക് എല്ലാവർക്കും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമ്പോൾ മരണപ്പെടുകയാണെങ്കിൽ അൽഹംദുലില്ലാ, ഒരു പ്രശ്നവുമില്ല, വിശുദ്ധമായിട്ടുള്ള ഹൃദയമാണത്. അതിനുള്ള അവസരമായിട്ട് ഇതിനെ ഉപയോഗപ്പെടുത്തുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ അറിഞ്ഞും അറിയാതെയും ഒക്കെ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. മക്കളോട് ചെയ്തിട്ടുണ്ട്, പാപ്പയും ഉമ്മയോട് ചെയ്തിട്ടുണ്ട്, മൂത്താപ്പയോടും എളാപ്പയോടും ഇളയച്ചിയോടും മൂത്തച്ചിയോടൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മളെ മനസ്സിലേക്ക് ഇപ്പോൾ വരണം, എല്ലാം പുറത്തു കൊടുക്കണം, വിട്ട് മാപ്പാക്കണം. ഹൃദയം വിശുദ്ധമായിട്ട് സോഫ്റ്റായിട്ട് ഒരു കേടുമില്ലാതെ ഭാരമില്ലാതെ അള്ളാഹുവിനെ കണ്ടുമുട്ടണം, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم ارحمنا يا ارحم الراحمين، اللهم اغفر لنا ذنوبنا يا رب العالمين، اللهم اعتقنا من النار وادخلنا الجنة يا رب العالمين. ربنا تقبل منا دعاءنا انك انت السميع العليم.
وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته. അതെ അതെ, ഇവിടെ അടുത്ത് തന്നെ അല്ലേ?